Good evening. Good evening. മൂന്ന് പേരേ ഉള്ളൂ. ഞാനിന്ന് നിങ്ങളെ കൊണ്ടൊരു റെക്കോർഡ് എഴുതാനായിട്ട് സ്റ്റാർട്ട് ചെയ്യിക്കാന്ന് വിചാരിച്ചു. കാരണം നാളെ ശനി ഞായർ 2 ദിവസം ഉണ്ടല്ലോ. അപ്പൊ അതൊക്കെ ഒന്ന് തുടങ്ങി വെക്കുകയാണെങ്കിൽ പറയാം, ക്ലാസ് റൂമിൽ ഇടാം, ബാക്കിയുള്ളവർക്ക് കിട്ടുമല്ലോ. നമുക്ക് പ്രെയർ ഉണ്ടോ? ആരെങ്കിലും റെഡിയാണോ? എനിവൺ പ്രെയറിന് റെഡി ഉണ്ടോ? Okay, madam. ഓക്കെ ആണോ? ധന്യ റെഡി ആണോ? ഓക്കെ ധന്യ, സ്റ്റാർട്ട്. ഓക്കെ. Oh my God, hold me in your loving arms, protect me from the pressure of the day, and remove the heaviness from my heart. Inspire me with the knowledge that you and I together handle anything. ബുദ്ധിമുട്ടില്ലല്ലോ, സിമ്പിൾ വേർഡ്സിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് പ്രെയർ. പിന്നെ 3 പേര് ജോയിൻ ആവുന്നുണ്ടല്ലോ. ഞാൻ നിങ്ങളെ മെഡിറ്റേഷൻ ചെയ്യിച്ചിരുന്നല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ? ഓക്കെ. മെഡിറ്റേഷൻ ലീഡ് ചെയ്യാൻ റെഡിയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ ദിവസവും നമുക്ക് ടൈം കിട്ടില്ല, ഏതെങ്കിലും ഒക്കെ വൺസ് ഇൻ എ വീക്ക് ഒക്കെ നമുക്ക് വേണമെങ്കിൽ ഇത് ചെയ്യാവുന്ന കാര്യമാണ്. ഓക്കെ. അപ്പൊ ഞാൻ ആദ്യം ഒന്ന് റെക്കോർഡ്സിന്റെ എങ്ങനെ റെക്കോർഡ് എഴുതാൻ തുടങ്ങണം അത് പറയാം. നമുക്ക് 5 റെക്കോർഡ്സ് ഉണ്ടാവും. അതിലെ വളരെ സിമ്പിൾ ആയ ഒരെണ്ണമാണ് പറയാന്ന് വെക്കണത്. അതിന്റെ ഹെഡിങ് മൈ കളക്ഷൻ ബുക്ക് എന്നാണേ. കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിയില്ല. മൈ കളക്ഷൻ ബുക്ക്, റിഫ്ലക്ഷൻ വരുന്നില്ല. നമുക്ക് ഇതിനകത്ത് കുറേ കാര്യങ്ങൾ കളക്ട് ചെയ്ത് വെക്കാനുള്ളത്, എളുപ്പമായിട്ട് എഴുതാവുന്ന ഒരു റെക്കോർഡാണ്. അതുകൊണ്ടാണ് ഇതിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതില് സാധാരണ നമ്മളുടെ പ്ലസ് ടു സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികളുടെ സയൻസ് റെക്കോർഡ്സ് ഒക്കെ ഇല്ലേ, കെമിസ്ട്രി, അങ്ങനെയുള്ള ഒരു റെക്കോർഡായിരുന്നു ഞാൻ വാങ്ങിച്ചത്. നമുക്ക് റെക്കോർഡ് ബുക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെയാ വാങ്ങാൻ കിട്ടുള്ളൂ. ഫ്രണ്ട് പേജ് ഒരു സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടാവും. നമുക്ക് അതൊന്നും വലിയ ആവശ്യം വരില്ല. പിന്നെ ഇൻഡെക്സ് പേജ് നമുക്കറിയാം, നമ്മൾ കണ്ടന്റ്സ് നമ്പർ ഇട്ടിട്ട് കണ്ടന്റ്സ് ഒക്കെ എഴുതുമല്ലോ, അങ്ങനെ ഇൻഡെക്സ് പേജ് ഉണ്ടാവും. നമ്മൾ ചെയ്ത ഓരോ ആക്ടിവിറ്റി നമുക്ക് എഴുതാം. പിന്നെ നമ്മൾ എപ്പോഴും റെക്കോർഡ് എഴുതുമ്പോൾ റൈറ്റ് സൈഡിൽ നമ്മൾ എഴുതും, ലെഫ്റ്റ് സൈഡിൽ എന്തെങ്കിലും അതിന് റിലേറ്റഡ് പിക്ചേഴ്സ് ഉണ്ടെങ്കിൽ പിക്ചേഴ്സ് വരയ്ക്കോ ഒട്ടിക്കോ ചെയ്തു നമുക്ക് നമ്മുടെ റെക്കോർഡും അങ്ങനെ തന്നെ പോകുന്നതായിരിക്കും നല്ലത്. ഞാൻ ഫസ്റ്റ് പേജ് ഇത് വിട്ടിട്ടുണ്ട്. നമ്മുടെ ഫസ്റ്റ് ആക്ടിവിറ്റി നിങ്ങൾ നോട്ട് ചെയ്തോളൂ. പ്രോവേർബ്സ് അറിയില്ലേ? പ്രോവേർബ്സ്, പഴഞ്ചൊല്ലുകള്, പ്രോവേർബ്സ് കളക്ട് ചെയ്ത് എഴുതുക. നല്ല മീനിങ് ഫുൾ ആയിട്ടുള്ള പ്രോവേർബ്സ്. അതൊരു ഇതിന്റെ ഡീറ്റെയിൽസ് ഞാൻ ക്ലാസ് റൂമിൽ മെസ്സേജ് ആയിട്ട് ഇട്ടേക്കാം. 20 പ്രോവേർബ്സ് എങ്കിലും മിനിമം എഴുതണം. അതായത് പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ്, ടു മെനി കുക്സ് സ്പോയിൽ ദ ഡിഷ്, അങ്ങനെയൊക്കെ കേട്ടിട്ടില്ലേ? ഹോണസ്റ്റി ഈസ് ദ ബെസ്റ്റ് പോളിസി. സയന, ഏതെങ്കിലും ഒരു പ്രോവർബ് പറയാമോ? റെക്കോർഡിന്റെ കാര്യമാണോ പറയുന്നത്? അതെ 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 അലീന, നമുക്ക് എഴുതാൻ തുടങ്ങാം. ഞാൻ പറയുമായിരുന്നു നാളെ മോർണിംഗ് ഉച്ചയ്ക്ക് മുമ്പ് ഒരെണ്ണം വാങ്ങുവാണെങ്കിൽ ശനി ഞായർ നിങ്ങൾക്ക് കുറച്ച് എഴുതി വെക്കാലോ. എങ്ങനത്തെയാ വാങ്ങേണ്ടത്? നമ്മൾ സാധാരണ കുട്ടികളൊക്കെ സയൻസിന് വേണ്ടിയിട്ട് വാങ്ങുന്ന റെക്കോർഡില്ലേ, ആ ടൈപ്പ് റെക്കോർഡാണ് കേട്ടോ ഇത്. 60 റുപ്പീസ് എന്തോ വരും തോന്നുന്നു ഒരു റെക്കോർഡിന്. നിങ്ങൾ വലിയൊരു കോളേജ് നോട്ട്ബുക്ക് വാങ്ങുമ്പോൾ അത്രയൊക്കെ തന്നെ വിലയില്ലേ, 40-50 ഒക്കെ വില ഉണ്ടാവുമല്ലോ. അതും അതിൽ ആകുന്നുണ്ട്. അപ്പൊ എന്തായാലും ഇതെന്ന് പറഞ്ഞ ഞാൻ 2017 ഞാൻ പഠിച്ചപ്പോ എന്റെ റെക്കോർഡാണ്. ഇതുവരെ അതിന് കുഴപ്പമില്ല, നല്ല രീതിയിൽ ഒന്ന് കവർ ചെയ്തിട്ട് ഒരു പ്രോബ്ലം വന്നിട്ടില്ല. അതേസമയം നോട്ട്ബുക്ക് ആണെങ്കിൽ ഇത്രയും നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് സൂക്ഷിക്കാൻ പറ്റിയെന്ന് വരില്ല. ഇത് വീട്ടില് കുട്ടികളിരുന്ന് വായിക്കും, അവരൊക്കെ കുറെ റഫായിട്ട് യൂസ് ചെയ്ത, എന്നിട്ടും ഇതിന് വലിയ പ്രോബ്ലം, കവറിങ്ങിന് പോലും കുഴപ്പം പറ്റിയിട്ടില്ല. അപ്പൊ നമുക്ക് അങ്ങനെ സൂക്ഷിക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് എന്റെ ഒരു അഭിപ്രായം റെക്കോർഡ് തന്നെ വാങ്ങുന്നതായിരിക്കും നല്ലത്. നോട്ട്ബുക്കും ഏതാണ്ട് ഈ ഒരു നീളമൊക്കെ ഉള്ളത് ആ ഒരു റേറ്റ് ഒക്കെ വരും. നമ്മൾ മൊത്തം എത്ര റെക്കോർഡ് വാങ്ങണം? 5 റെക്കോർഡ്സ് ഉണ്ട്. അതിൽ ഏറ്റവും സിമ്പിൾ ആയുള്ളത്, എല്ലാം സിമ്പിൾ ആണ്. നമ്മൾ ഓരോ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ നമുക്ക് എല്ലാം പെട്ടെന്ന് എഴുതാൻ മനസ്സിലാവും. ഞാൻ ഇപ്പോഴേ എഴുതിക്കുന്നത്, ലാസ്റ്റ് മൊമെന്റിലാവുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, റഷപ്പായി പോകും എല്ലാം കൂടെ എഴുതാൻ. അതുകൊണ്ട് ഇപ്പോഴേ കുറേശ്ശെ എഴുതി വെക്കുവാണെങ്കിൽ എളുപ്പമായിരിക്കും. ഫസ്റ്റ് ഈ റെക്കോർഡ് ബുക്കിന്റെ പേര് മൈ കളക്ഷൻ ബുക്ക്. ഇതിലെ ഫസ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് മിനിമം 20 പ്രോവേർബ്സ് എഴുതുക. കഴിഞ്ഞ ക്ലാസ്സില് ഫസ്റ്റ് യൂണിറ്റ് കഴിഞ്ഞപ്പോ ക്വസ്റ്റ്യൻ ആൻസർ പോസ്റ്റ് ചെയ്തത് എല്ലാവരും ആൻസർ ചെയ്തോ? ആൻസർ ചെയ്യാൻ പറ്റിയോ?
അതിൽ 8 ചെയ്തു, 2 പോയി. കുഴപ്പമില്ല, നമുക്കൊരു പ്രാക്ടീസ് ആണ്. സൈനയ്ക്ക് കിട്ടുന്നുണ്ടോ ക്ലാസ് റൂം? ഇല്ല ടീച്ചറെ, എനിക്ക് കിട്ടുന്നില്ല. ശരിയായിട്ടില്ലേ? ഇല്ല ഇല്ല. ഓക്കെ, ഞാൻ നാളെ ഒന്നുകൂടെ ഞാൻ പറയട്ടെ കേട്ടോ, ഒന്നുകൂടെ നോക്കട്ടെ. ഓക്കെ. ഇത് ഓക്കെ. അപ്പൊ റെക്കോർഡ് ബുക്ക്, ഇതിന്റെ പേര് മൈ കളക്ഷൻ ബുക്ക്, ഡീറ്റെയിൽസ് ക്ലാസ് റൂമിൽ ഞാൻ കൊടുക്കും. നിങ്ങൾ ചെയ്യേണ്ട ഫസ്റ്റ് ആക്ടിവിറ്റി പ്രോവർബ്സ്. ഒരു മിനിമം ഒരു പ്രോവർബ് എങ്കിലും വെച്ച് ആരെങ്കിലും ഒന്ന് പറയാമോ? ധന്യക്ക് പറയാമോ? ടീച്ചറെ ഇംഗ്ലീഷിൽ തന്നെ വേണമെന്നുണ്ടോ? അതിനെന്താ കുഴപ്പം? പ്രശ്നമുണ്ടോ? മലയാളം ഇംഗ്ലീഷിലേക്ക് ആക്കിയാലും മതി. അത്ര പ്രശ്നമാണോ? അല്ല, പെട്ടെന്ന് ചോദിക്കുമ്പോ ബുദ്ധിമുട്ട്. അല്ല, ഓക്കെ, ഞാൻ ചിലതൊക്കെ പറയാം. ഹോണസ്റ്റി ഈസ് ദ ബെസ്റ്റ് പോളിസി, ലുക്ക് ബിഫോർ യു ലീവ്, ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതല്ലേ. പിന്നെന്താണ്? ആക്ഷൻ സ്പീക്ക് ലൗഡർ ദാൻ വേർഡ്സ്, എ സ്റ്റിച്ച് ഇൻ ടൈം സേവ്സ് നയൻ, ലേൺ ടു വാക്ക് ബിഫോർ യു റൺ, മണി ഡസൻ ഗ്രോ ഓൺ ട്രീസ്. നമ്മൾ കേട്ടിട്ടുള്ളതൊക്കെ ആയിരിക്കും കുറെയൊക്കെ. ബെറ്റർ ലേറ്റ് ദാൻ എവർ. ഓക്കെ, കുഴപ്പമില്ല. പറയാൻ പറ്റുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറയാമോ? നോളജ് ഈസ് പവർ. യെസ്, കറക്റ്റ്. ഇനിയുണ്ടോ? എന്തോ? Many hands make the work light or easy. ഓക്കെ. എനിവൺ എൽസ്? എന്തായാലും 20 തന്നെ എഴുതാൻ പറ്റും അല്ലേ? ഓക്കെ അല്ലേ? നമുക്ക് ഈ റെക്കോർഡ് ബുക്കിലെ പേജ് നമ്പറും ഡേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഇതിനകത്ത് എക്സ്പെരിമെന്റ് നമ്പർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. സയൻസിന്റെ റെക്കോർഡാണ്, അതൊന്നും നമുക്ക് നോക്കണ്ട. ഡേറ്റും പേജ് നമ്പറും കാണും. നമ്മുടെ കണ്ടന്റ് ഇൻഡെക്സ് പേജിൽ അത് എഴുതുക. പ്രോവർബ്സ് 20. പിന്നെ ഒരെണ്ണം കൂടെ പറയാട്ടോ, കാരണം ഇത് പ്രോവർബ് എഴുതുമ്പോഴേക്കും അധികം സമയം എടുക്കില്ലല്ലോ. പിന്നെ നമുക്ക് ഗൂഗിൾ ചെയ്ത ഇഷ്ടംപോലെ പ്രോവർബ് കിട്ടും. അതിൽ നിന്ന് കാച്ചിങ് ആയിട്ട് കുട്ടികളോട് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ കാച്ചിങ് ആയിട്ടുള്ള പ്രോവർബ്സ് എടുത്ത് അതിന്റെ മീനിങ് ഒന്ന് മനസ്സിലാക്കി വെച്ചിട്ട് എഴുതിയാൽ മതി. പിന്നെ റിഡിൽസ് ആൻഡ് പസിൽസ്, നമ്മൾ പറയില്ലേ, കടങ്കഥകളും കുസൃതി ചോദ്യങ്ങളും ഒക്കെ ഇല്ലേ, അത് 10 റിഡിൽസും 10 പസിൽസും ആണ്. ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞു കഴിഞ്ഞാലോ, വിച്ച് ലെറ്റർ ഓഫ് ദ ആൽഫബറ്റ് ഹാസ് ദ മോസ്റ്റ് വാട്ടർ? യെസ്, സി. അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഇല്ലേ. വാട്ട് ഹാസ് ടു ബ്രോക്കൺ ബിഫോർ യു ക്യാൻ യൂസ് ഇറ്റ്? ഉപയോഗിക്കുന്നതിന് മുമ്പ് നമ്മൾ ബ്രേക്ക് ചെയ്യുന്നത് എന്ത് സാധനം? ഒരു ക്ലൂ. ഓംലെറ്റ് ഉണ്ടാക്കുന്നത്. Egg. അതാരാണാവോ? ഓക്കെ. വിച്ച് മന്ത് ഹാസ് 28 days? All months has 28 യെസ്, വെരി days. ഗുഡ്. കഴിഞ്ഞ ബാച്ചിലുള്ളവരോ അങ്ങനെയൊന്നും പറഞ്ഞില്ലായിരുന്നു. ഓൾ ഓഫ് ദം, എല്ലാത്തിനും 28 days ഉണ്ടല്ലേ. പിന്നെ what word is spelled wrong in all the dictionaries? What word is spelled wrong in all the dictionaries? The same word, wrong. എല്ലാ ഡിക്ഷണറിയിലും റോങ് ആയിട്ട് സ്പെൽ ചെയ്യുന്നത് ഏത് വേർഡാണ്? ഇറ്റ്സ് റോങ്. റോങ് എന്നുള്ള വേർഡ് തന്നെ. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഇല്ലേ, അത്. പിന്നെ പസിൽസില് അങ്ങനെ പറയല്ലേ, എന്റെ അച്ഛന്റെ ചേട്ടന്റെ മകൻ, അങ്ങനെ റിലേഷൻഷിപ്പ് പസിൽസ് ഒക്കെ ഇല്ലേ, അങ്ങനത്തെ പസിൽസ് അറിയില്ലേ? നമ്മൾ കുറെയൊക്കെ ഇങ്ങനെ വാട്സാപ്പിലൂടെ ഒക്കെ വന്ന് കുറെയൊക്കെ നമ്മൾ അത് പഠിച്ചിട്ടുണ്ട്. അതായത് റാണീസ് മോം ഹാഡ് 3 children. The first was June, second was July. What was the name of the third child? അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഇല്ലേ, കുസൃതി ചോദ്യങ്ങൾ. പസിൽസിൽ അതെല്ലാം വരണം. റാണീസ് മോം ഹാഡ് 3 children. The first was June,
The second was July. What was the name of third child? Rani. Yes, Rani. ഞാൻ രണ്ടാമത് ഒന്നുകൂടെ പറഞ്ഞപ്പോ നിങ്ങൾക്ക് അത് കിട്ടിയല്ലേ. Can you name 3 consecutive days without using the words Monday, Tuesday, Wednesday, Thursday, Friday, Saturday, and Sunday? Yesterday, today, tomorrow ആണോ? Yeah, yes, yesterday, today, and tomorrow. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഞാനൊരു റെഫറൻസിന് വേണ്ടി പറഞ്ഞതാ. ഇത് ഓർമ്മയുണ്ട്, ഇത് എഴുതിയാലൊന്നും പ്രോബ്ലം ഇല്ല, എനിക്കത് പ്രശ്നമില്ല. പക്ഷെ നമ്മൾ 10 റിഡിൽസും 10 പസിൽസും, അതാണ് സെക്കൻഡ് ആക്ടിവിറ്റി. ഫസ്റ്റ് ആക്ടിവിറ്റി 20 പ്രോവർബ്സ് ആയിരുന്നു. സെക്കൻഡ് ആക്ടിവിറ്റി ഞാൻ ഒരുമിച്ച് എഴുതിയ 10 റിഡിൽസും 10 പസിൽസും രണ്ടാമത്തെ ആക്ടിവിറ്റി എഴുതി. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് സ്പ്ലിറ്റ് ചെയ്ത് രണ്ടാമത്തത് റിഡിൽസും മൂന്നാമത്തത് പസിൽസും അങ്ങനെ വേണമെങ്കിൽ എഴുതാം. ഇത്രയും എഴുതാലോ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോഴേക്കും. റെഡി അല്ലേ? മാം ഇതിനൊക്കെ മേലെ ആക്ടിവിറ്റി 1 ആക്ടിവിറ്റി 2 എന്ന് പറഞ്ഞിട്ടാണോ കൊടുക്കണ്ടേ? അങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം. ഞാൻ ചുമ്മാ ABCD എന്നും പറഞ്ഞു പോയി, അങ്ങനെ അല്ലെങ്കിൽ 1 2 3 എന്നും പറഞ്ഞിട്ട് റിഡിൽസിന് ഹെഡിങ്, അതുപോലെ തന്നെ പസിൽസിന് ഹെഡിങ്, അങ്ങനെയൊക്കെ ഹെഡിങ്ങേ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ആക്ടിവിറ്റിന്ന് എഴുതിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പേജിൽ ടോപ്പിക് തന്നെ എഴുതിയാൽ മതിയോ ടോപ്പിക്, അതോ ഓരോ പേജിൽ ടോപ്പിക് എഴുതി വിടണോ? അപ്പം ഞാൻ ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് ആയിട്ട് ഞാൻ പ്രോവേർബ്സ് ആയിരുന്നല്ലോ. ഞാൻ ആദ്യം ഹെഡിങ് പ്രോവേർബ്സ് കൊടുത്തു, പ്രോവേർബ്സ് എഴുതി. സെക്കൻഡ് പേജിൽ എനിക്ക് 2 or 3 പ്രോവേർബ്സ് വന്നു. ആ പേജ് വിട്ടിട്ട് അടുത്ത പേജിലാണ് റിഡിൽസ് ആൻഡ് പസിൽസ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ റൈറ്റ് സൈഡിൽ ഞാൻ ഈ സൈഡിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. എഴുതിയത് മുഴുവൻ റൈറ്റ് സൈഡിലായിരുന്നു. ഈ സൈഡിലൊന്നും ചെയ്യാത്തത് നമുക്ക് ഇനി ഓരോ ആക്ടിവിറ്റി വരുന്നതിൽ പിക്ചറൊക്കെ ഒട്ടിക്കേണ്ടതൊക്കെ വരും. അതുകൊണ്ട് നമ്മൾ റെക്കോർഡ് എഴുതുമ്പോൾ അങ്ങനെയാണല്ലോ, എപ്പോഴും ഈ സൈഡിൽ എഴുതിയിട്ട് ഈ സൈഡിൽ പിക്ചർ, ആ ഒരു രീതിയിലല്ലേ പോകുന്നത്. നോട്ട് എഴുതുന്ന പോലെ അല്ലല്ലോ റെക്കോർഡ് എഴുതാറ്. അതാണോ എന്നോട് ചോദിച്ചത്? ക്ലിയർ ആയോ? അതല്ല മിസ്സേ ചോദിച്ചത്, നമ്മൾ ടോപ്പിക് എഴുതുമ്പം ഇപ്പൊ എഴുതിയിരിക്കുന്ന പോലെ ടോപ്പിൽ തന്നെ എഴുതിയിട്ട് താപ്പോട്ട് നമ്മൾ എഴുതിയാൽ മതിയോ, അതോ മതി. അതിന് വേണ്ടി എടുത്ത് ലീവ് ചെയ്യണോന്ന് ചോദിച്ചത്. ഓ, അങ്ങനെ വേണ്ട. ഇങ്ങനെ മിഡിലിൽ എഴുതിയിട്ട് ആ ഒരു പേജ് വിട്ട് അടുത്ത പേജ് അങ്ങനെയാണ്, അതാണ് ചോദിച്ചേ? അതാണ് ചോദിച്ചത്. നമുക്ക് അതിനുള്ള പേജ് എനിക്ക് നോക്കട്ടെ കേട്ടോ. പേജ് ഇതെന്ന് വെച്ചാല് മൈ കളക്ഷൻ ബുക്ക് എന്നുള്ള റെക്കോർഡാണ്. അപ്പൊ നമുക്ക് കുറേ ഒട്ടിക്കാനൊക്കെ വരും. അങ്ങനെ വരുമ്പോ നമുക്ക് പേജ് തികയാതെ വരും. അപ്പൊ അങ്ങനെയാവുമ്പോ നമുക്ക് പേജ് പോകൂലേ. ചില റെക്കോർഡ്സിൽ അങ്ങനെ എഴുതേണ്ടതുണ്ട്. ആ റെക്കോർഡ് ആകുമ്പോൾ അത് ഞാൻ അങ്ങനെ പറയാം. ഇത് അല്ലാതെ തന്നെ, കാരണം നമുക്ക് പേജ് വേണ്ടി വരും. പിക്ചേഴ്സ് ഒട്ടിക്കുമ്പോൾ കുറെ പേജ് അങ്ങ് തീരും. ഇതിനകത്ത് കണ്ടോ പിക്ചേഴ്സിന് 2 സൈഡിലും അത് തന്നെ ഒട്ടിച്ചിട്ടുണ്ട്. ട്രീസിന്റെ ആക്ടിവിറ്റി ആയിരുന്നു. നമ്മൾ ഒന്നും എഴുതണ്ട, കുറെ പിക്ചേഴ്സ് കിട്ടാവുന്ന മാക്സിമം ട്രീസ് 2 സൈഡിലും ട്രീ ഒട്ടിച്ചുണ്ട്. അപ്പൊ നമുക്ക് കുറെ പേജസ് വേണ്ടി വരും ഇങ്ങനെയുള്ളത്. പിന്നെ അതുപോലെ തന്നെ അനിമൽസ്, ഫ്ലവേഴ്സ്, അങ്ങനെയൊക്കെ പിക്ചർ നമ്മൾ ഒട്ടിക്കും. കുറെ കാര്യങ്ങൾ ഇതുപോലെ കുറെ എന്താ പറയാ, ലിവിങ് തിങ്സും നോൺ ലിവിങ് തിങ്സും അങ്ങനെ കുറെ ഒക്കെ വരുമ്പോൾ അതുകൊണ്ട് നമുക്ക് പേജ് വേണ്ടി വരും. തുടക്കത്തിലേ നമ്മൾ ഇങ്ങനെ പേജ് വിട്ട് എഴുതി കഴിഞ്ഞാൽ ചിലപ്പോൾ തികയാതെ വരുമായിരിക്കും. ഈ മൈ കളക്ഷൻ ബുക്കിൽ അതെല്ലാം വരും. അതേസമയം നമുക്ക് റൈം ബുക്ക് വരും, ഈ പാട്ട്. അതിന്റെ വരുമ്പോ നമുക്ക് വേണമെങ്കിൽ ബേർഡ് സോങ് അല്ലെങ്കിൽ അനിമൽ സോങ്, ആൽഫബറ്റിക്കൽ സോങ്, അത് ഇപ്പൊ അലീന പറഞ്ഞ പോലെ ഒരു പേജിലെ നടുക്ക് ഇതുപോലെ നടുക്ക് ഇങ്ങനെ എഴുതിയിട്ട് ആ പേജ് വിട്ടിട്ട് ആ സോങ് ഇപ്പുറത്ത് റൈറ്റ് സൈഡിൽ എഴുതി, ലെഫ്റ്റ് സൈഡിൽ ലാസ്റ്റ് ഇപ്പൊ പ്രെയർ ആണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ പ്രേ ചെയ്യുന്ന പോലത്തെ പിക്ചറൊക്കെ ഒട്ടിച്ച് അങ്ങനെ കാണിച്ചു കേട്ടോ. അതിപ്പോ വേണ്ട, ആ റെക്കോർഡ് ഇപ്പൊ തുടങ്ങണ്ട. കുറച്ചുകൂടെ നിങ്ങളുടെ ഇംഗ്ലീഷ് ക്ലാസ് ഒക്കെ തുടങ്ങി കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ഒക്കെ ആയി വരുമ്പോഴേക്കും ചെയ്താൽ മതി. ഇതിനകത്ത് റൈമിലെ തീം ഇതായിരുന്നു, നമ്പർ സോങ്സ്. കുട്ടികളെ കൗണ്ടിങ് നമ്പർ പഠിപ്പിക്കാൻ. അപ്പൊ അലീന പറഞ്ഞ പോലെ ഞാനിങ്ങനെ മിഡിലിൽ എഴുതി ആ പേജ് വിട്ടു. ആ പേജ് വിട്ടിട്ട് ഇവിടെ നമ്പർ സോങ് എഴുതി ടീച്ചർ കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു പിക്ചറും വെച്ചു. ക്ലിയർ ആയോ? ഓക്കെ, ക്ലിയർ അല്ലേ? ഇതിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഒരു പിക്ചർ ഒട്ടിച്ചു. അത് ഓരോന്നും വരുമ്പോ അത് പറയാം. അതിന് നമുക്ക് അധികം പേജ് വേണ്ട. ക്യാപ്സൂൾ പോയംസ് എന്നൊരു ആക്ടിവിറ്റി ഇട്ട് നമുക്ക്. ക്യാപ്സൂൾ പോയംസ് ആണ് 4 വരികളോ
ഏറ്റവും മിനിമം 4 വരികളിലെ കുഞ്ഞു കുഞ്ഞു പോയംസ് ഇല്ല അത്. അപ്പൊ ഇതിനകത്ത് അങ്ങനെ ഒരു ക്യാപ്സൂൾ പോയം എഴുതിയത് കാറ്റിനെയും റാറ്റിനെയും കുറിച്ചായിരുന്നു. അപ്പൊ അവരുടെ ഒരു പിക്ചർ ഇപ്പുറത്തെ സൈഡിലുണ്ട്. പിന്നെ ഇവിടെ താഴെയുള്ള ക്യാപ്സൂൾസും ഫ്ലവേഴ്സ് ആയിരുന്നു, ഇപ്പുറത്തെ സൈഡിൽ ഫ്ലവേഴ്സും. ഹെഡിങ് കൊടുത്തത്, ആക്ടിവിറ്റിയുടെ പേര് കൊടുത്തത് ക്യാപ്സൂൾ സോങ് ആയിരുന്നു. ഇത് വേറെ റെക്കോർഡാണ്, ഇല്ലുസ്ട്രേറ്റഡ് റൈം ബുക്ക് എന്നും പറഞ്ഞിട്ടുള്ള റെക്കോർഡാണ്. അതുപോലെ റൈംസ് പോലെ തന്നെ സ്റ്റോറി വരും. ആ 2 റെക്കോർഡ്സും ഒരുപോലെ ഇതുപോലെ തന്നെ എഴുതണം. ഒന്നില് സ്റ്റോറി ആണെങ്കിൽ മറ്റതിൽ റൈം ആയിരിക്കും. അത് ഓരോന്നായിട്ട് പറയാം. അത് നിങ്ങളുടെ ഇംഗ്ലീഷ് ക്ലാസ്സും കൂടെ ഒന്ന് തുടങ്ങിയിട്ടാണെങ്കിൽ കുറച്ചുകൂടെ ഈസി ആയിരുന്നു. കാരണം നമുക്കപ്പം കമ്മ്യൂണിക്കേഷന്റെ ആ ഒരു പേടിയൊക്കെ മാറി നമുക്ക് ലാംഗ്വേജ് ഒക്കെ കുറച്ച് എഴുതാനും പറയാനും ഒക്കെ ഉള്ള ഒരു ധൈര്യം കിട്ടും. അതുകൊണ്ട് അതായിട്ട് നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഫസ്റ്റ് യൂണിറ്റിന്റെ എന്താ പറയാ ക്വസ്റ്റ്യൻ ആൻസർ സബ്മിറ്റ് ചെയ്യാത്തവര് അത് കറക്റ്റ് സബ്മിറ്റ് ചെയ്യാം. 2 മിസ്റ്റേക്ക് ആയത് എന്ത് പറ്റി? കൺഫ്യൂഷൻ ആയി പോയതാണോ? അത് മിസ്സേ നമുക്ക് ഈ ഇവിടെ ഡിവിഷൻസ് തരുന്നതിന്റെ തന്നെ ആ ഓപ്ഷനല്ലോ നമ്പേഴ്സ്. എങ്ങനെ ഇപ്പൊ നമുക്ക് ഫിസിക്കൽ ഡിവിഷൻസ് എത്ര ഉണ്ടെന്ന് ഇപ്പൊ നോട്ട്സിലേക്ക് 6 തോന്നുന്നല്ലോ. പക്ഷെ ബ്രേക്ക് ആവുന്നു. എന്റെ ഇവിടുത്തെ പ്രശ്നമാണ്, ബ്രേക്ക് ആവുന്നു. ഇപ്പൊ കേൾക്കാവുന്ന കേൾക്കാം, ശരിക്കും ബ്രേക്ക് ആവണം. സംസാരിച്ചു തുടങ്ങുമ്പോൾ കേൾക്കണ്ട്, പക്ഷെ ബ്രേക്ക് ആവും. നോട്ടിനകത്ത് നമുക്ക് ഫിസിക്സിനും വെൽനസ് ഏകദേശം 6 ഡിവിഷൻസ് തന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് ക്വസ്റ്റ്യൻ അതിനകത്ത് ചോദിച്ചതിനകത്ത് അത്രയും നമ്പർ ഡിവിഷൻ ഉണ്ടെന്ന് ഓപ്ഷൻസിനകത്ത് ഇല്ല. ഒരു 4, 5, 6 വരെ വരുന്നുള്ളൂ. അങ്ങനെയാണ് ഒരെണ്ണം തെറ്റിയത്. ഓക്കെ, നമുക്കെന്നാ നമ്മളെടുത്ത പോർഷൻസിലേക്ക് പോവാം. കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് ആ ടോപ്പ് കണ്ടന്റിനെ കുറിച്ചൊരു ഐഡിയ കിട്ടും. അപ്പൊ ആൻസർ ക്വസ്റ്റ്യൻ എങ്ങനെ വന്നാലും ആൻസർ ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ എവിടെ വരെ പറഞ്ഞു ഞാനങ്ങ് വിട്ടുപോയി. ഇമ്പോർട്ടൻസ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ ആയിരുന്നോ? അതെ മാം. ഒരു മിനിറ്റ്, ഷെയർ ചെയ്യുന്ന കാര്യം പറഞ്ഞു. ഇതെടുത്തിരുന്നോ? സ്കോപ്പ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ നമ്മൾ പറഞ്ഞിരുന്നോ? പറഞ്ഞതാ. പറഞ്ഞാണ്. ഈ പോയിന്റ്സ് എല്ലാം ബുള്ളറ്റ് പോയിന്റ്സ് എല്ലാം പറഞ്ഞതാണോ? എല്ലാതും പറഞ്ഞതാ. നെക്സ്റ്റ്, ഇമ്പോർട്ടൻസ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ. ഇത് പറഞ്ഞിരുന്നോ? അത് തുടങ്ങി വെച്ചു മാം. തുടങ്ങിയല്ല. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ഫസ്റ്റ് പാരഗ്രാഫ് നമുക്കൊന്ന് വായിക്കാം. നിങ്ങളൊന്ന് ഒരു മെഡിറ്റേഷൻ പോലെ ഒന്ന് വായിച്ചിട്ട് നമുക്കത് റിലേറ്റ് ചെയ്യാം പല കാര്യങ്ങളുമായിട്ട്. ഒന്ന് വായിച്ചോളൂ ഫസ്റ്റ് വലിയ പാരഗ്രാഫ്.
ഓക്കെ, വായിച്ചു കഴിഞ്ഞോ? നമ്മൾ ഓൾറെഡി അത് പറഞ്ഞു പോയതാണ്. ആ ഒരു കണക്ഷൻ വിടാതിരിക്കും ഞാനൊന്ന് വായിച്ചതേ ഉള്ളൂ. നമ്മൾ ഹാബിറ്റ്സും ബിഹേവിയറും ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഏതൊരു കാര്യത്തെ കുറിച്ചൊരു അവയർനെസ് അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ, ആ കാര്യത്തെ കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു അവയർനെസ് കൊടുക്കുന്നത് അല്ലെ. നമ്മൾ കുട്ടികൾ ഓരോ ഏജ് ആയിട്ട് വളരുമ്പോൾ അവരുടെ ഏജിനനുസരിച്ച് പല കാര്യങ്ങളും അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, അവരോട് കൺവേ ചെയ്തുകൊണ്ടിരിക്കും അല്ലെ. അവരുടെ ഓരോ ഏജ് വരുമ്പോൾ അപ്പൊ അതിനനുസരിച്ച് അവർക്ക് ഓരോ ഏജിലും കാര്യങ്ങൾ മനസ്സിലാവും. അവർക്ക് ആ ഒരു സെൻസ് എന്താണ് ചുറ്റുപാട് നടക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവർക്ക് മനസ്സിലാവും. ശരിക്കും ഒരു ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളെ മനസ്സിലാക്കിക്കുന്നു എങ്ങനെ അവര് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യണം, അതും അവരുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെ നോക്കണം, ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ആയിരിക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതാണ് ഇമ്പോർട്ടൻസ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അവർക്ക് ആ ഒരു നോളജ് കിട്ടുവാണ് ഹെൽത്തി ആയിരിക്കാൻ. നോളജ് നമുക്കിപ്പോ നിങ്ങളോട് ഞാൻ പറഞ്ഞു 10 ഇൻഡിവിജ്വൽസിന്റെ അടുത്ത് ചോദിക്കാൻ, അവർക്ക് ആ ഒരു അറിവ് പല ഇടങ്ങളിൽ നിന്ന് കിട്ടുന്നു. ഇങ്ങനെ ജീവിച്ചാൽ അസുഖങ്ങൾ വരും, അതുകൊണ്ട് ഇങ്ങനെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള അവയർനെസ് ആളുകൾക്ക് കാലാകാലങ്ങളായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നു അല്ലെ. ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് അതിന് വേണ്ടുന്ന പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അതിന് വേണ്ടുന്ന പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. സ്കൂളുകളിൽ അതിന് വേണ്ടുന്ന അവയർനെസ് കൊടുക്കുന്നുണ്ട്. അംഗൻവാടികളിൽ അഡോളസന്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് അതിന് വേണ്ടുന്ന അവയർനെസ് കൊടുക്കുന്നുണ്ട്. മാതാപിതാക്കൾക്ക് കൊടുക്കുന്നുണ്ട്. ഇതിന്റെ എല്ലാം ഉദ്ദേശം ആളുകളെ അവെയർ ചെയ്യിക്കാൻ, ടു മെയിൻറ്റെയിൻ എ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ. അത് മനസ്സിലായി അല്ലെ. അപ്പൊ സ്കൂളിൽ ഇത് ചെയ്യുന്നതിന്റെ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. സ്കൂളിൽ അതൊരു നല്ലൊരു എഫക്റ്റ് ആണ്. സ്കൂളിൽ ഇപ്പം നമുക്കറിയാം, കുഞ്ഞു കുട്ടികളുടെ അടുത്ത് സ്കൂളിൽ എന്തെങ്കിലും പുതിയതായി കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോൾ അവർ നേരെ ഓടി വന്ന് വീട്ടിൽ പറയും. വീട്ടിൽ പറയുമ്പോഴേക്കും വീട്ടിലുള്ളപ്പോൾ ഇത് ശരിയാണല്ലോ, അവർക്കും ഒരു അറിവ് കിട്ടും. അത് ഓരോ കുട്ടിയും വീടുകളിൽ വന്ന് പറയുമ്പോഴേക്കും ഫാമിലിയോട് പറയും, നേരെ സൊസൈറ്റിയിലേക്ക് പോകും. ശരിക്കും നമ്മളുടെ ഒരു ലൈഫ് ട്രയാങ്കിൾ തന്നെ വേണമെന്ന് പറയും. അതായത് ഒരു ട്രയാങ്കിൾ വരയ്ക്കുവാണെങ്കിൽ അതിന്റെ ഓരോ കോർണറിലും ഓരോരുത്തരെ ഇരുത്താം. ഒന്നില് ഞാനാണെന്ന് വിചാരിക്കാം, രണ്ടാമത്തെ കോർണറിൽ എന്റെ ഫാമിലി, മൂന്നാമത്തെ കോർണറിൽ സൊസൈറ്റി. ഞാൻ നല്ല ഹെൽത്തി ആയിട്ട് കാര്യങ്ങളെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് വരുവാണ്, ഹാപ്പി ലൈഫ് ആണെങ്കിൽ അത് എന്റെ ഫാമിലിയിൽ റിഫ്ലക്ട് ചെയ്യും. അപ്പൊ നല്ലൊരു ഹാപ്പി ഫാമിലി ആണെങ്കിൽ അതിന്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്ട് സൊസൈറ്റിയിലേക്ക് റിഫ്ലക്ട് ചെയ്യും. ലൈഫ് ട്രയാങ്കിളിലെ 3 ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് ആണ് ഐ, ഫാമിലി, ദെൻ സൊസൈറ്റി, കമ്മ്യൂണിറ്റി, എവിടെയാണോ നമ്മൾ ജീവിക്കുന്നത്. അത് ക്ലിയർ ആയല്ലോ. അപ്പൊ നമുക്ക് ഫാമിലിയുടെ ഇമ്പോർട്ടൻസ് മനസ്സിലായി. അതുപോലെ തന്നെ ഇവിടെ സ്കൂളില് ഇതുപോലെ തന്നെ സ്കൂളിലും ഇമ്പോർട്ടൻസ് ഉണ്ട്. സ്കൂളിൽ നിന്ന് കൊടുക്കുന്നത് ഒരു കുട്ടിയുടെ ഫാമിലിയിലേക്ക് ചെല്ലുവാണ്. ആ ഫാമിലിയിൽ നിന്ന് അത് അതിന്റെ ഇമ്പാക്ട് സൊസൈറ്റിക്കും കിട്ടുന്നു. അപ്പൊ സ്കൂളും ഇതുപോലെ ഇമ്പോർട്ടൻറ്റ് തന്നെയാണ്. നമുക്ക് താഴെ കുറച്ച് ബുള്ളറ്റ് പോയിന്റ്സ് ഉണ്ട്, അതൊന്ന് നോക്കാം. മൂന്ന് പോയിന്റ്സ് ഉണ്ട്. ഇതിന്റെ മുകളില് ആ ഒരു സെന്റൻസും കൂടെ വായിച്ചിട്ട്, അതായത് ഹെൽത്ത് കനോട്ട് ബി അച്ചീവ്ഡ്, ഈ ഒരു സെന്റൻസ് പാരഗ്രാഫ് വായിച്ച് ഈ 3 ബുള്ളറ്റ് പോയിന്റ്സ് വായിച്ചിട്ട് നമുക്ക് തിരിച്ചു വരാം. ഒന്ന് മനസ്സിൽ വായിച്ച് അതിന്റെ അതുമായി റിലേറ്റ് ചെയ്തതും എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളൊക്കെ മനസ്സിലേക്ക് കൊണ്ടുവരും. വായിക്കാൻ പറ്റുന്ന സിമ്പിൾ ഇംഗ്ലീഷ് തന്നെയാണ്, അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. വലിയ കട്ടി ആയിട്ടുള്ള വാക്കുകളോ ഒന്നുമില്ല. വായിച്ചോളൂ. പറഞ്ഞ കാര്യം തന്നെയായിരുന്നു. സാരമില്ല, ഒരു ബ്രേക്ക് വന്നാലേ. ഓക്കെ, നമ്മൾ പറഞ്ഞ കാര്യങ്ങളായിരുന്നു.
പറഞ്ഞു ഹെൽത്തി ആയിരിക്കാൻ ചിലർ സപ്ലിമെന്റ്സ് ഒക്കെ കഴിക്കും, കുറെ എന്തൊക്കെയോ സപ്ലിമെന്റ്സ് ടാബ്ലറ്റ് പോലെയൊക്കെ ആയിട്ടൊക്കെ കഴിക്കും. അങ്ങനെ ടാബ്ലറ്റ്സ് എടുക്കുന്നത് അത് അല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽത്ത് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പഠിച്ച കാര്യങ്ങൾ എവറിഡേ ലൈഫിൽ അപ്ലൈ ചെയ്യുന്നത് മാത്രമല്ല, നമ്മുടെ ബോഡിയെ കെയർ ചെയ്യുക റിഗാർഡിങ് ഫുഡ്, നല്ല ഫുഡ് ഹാബിറ്റ്സ്, ക്ലീൻലിനെസ്, എക്സസൈസ്, നല്ല വൃത്തി, എക്സസൈസ്, പിന്നെ അസുഖങ്ങൾ വരാതെ പ്രൊട്ടക്ട് ചെയ്യുക. അതെല്ലാം എസെൻഷ്യൽ ആണ്, എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. പിന്നെ സ്കൂളിലെ അതിന്റെ ഇമ്പോർട്ടൻസ് 3 പോയിന്റ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സ്കൂൾ അതോറിറ്റി എന്തെല്ലാം കാര്യങ്ങൾ കുട്ടിക്ക്, അവിടെ വരുന്ന ഓരോ കുട്ടിക്കും ഏതെല്ലാം കാര്യങ്ങൾ ഗ്യാരണ്ടി ചെയ്യണം, എന്താണ് പറഞ്ഞിരിക്കുന്നത്, എന്തെല്ലാം അവർക്ക് പ്രൊവൈഡ് ചെയ്യണം സ്കൂൾ അതോറിറ്റീസ്. പറഞ്ഞിട്ടുണ്ടല്ലോ, സെക്കൻഡ് ബുള്ളറ്റ് പോയിന്റിൽ അതുണ്ടല്ലോ. കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ എല്ലാവരും അത് പറഞ്ഞതാണല്ലോ. എന്തെല്ലാം കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യണം? ക്ലാസ് റൂമിൽ കറക്റ്റ് ആയിട്ടുള്ള എയർ സപ്ലൈ, അതെ. അതേപോലെ സ്കൂളിലെ വാട്ടർ സപ്ലൈ എല്ലാം കൃത്യമായിട്ടുള്ളതായിരിക്കണം എന്ന് അവർ ഗ്യാരണ്ടീഡ് ആയിരിക്കണം. യെസ്. പിന്നെ സ്കൂൾ കരിക്കുലത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ഉൾപ്പെടുത്തണം, ഇൻക്ലൂഡ് ചെയ്യണം? എക്സസൈസ് ഉൾപ്പെടുത്തണം. യെസ്. അവർക്ക് ചേർന്ന രീതിയിലുള്ള എക്സസൈസ് അല്ലെ, അപ്രോപ്രിയേറ്റ് എക്സസൈസ്. ഓക്കെ. പല സ്കൂളിലും നിർബന്ധമായിട്ട് അവരുടെ സിലബസിനോട് ചേർന്ന് പറയും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് വേണം എന്നുള്ളത്. സ്റ്റുഡൻസ് അവർക്ക് നല്ല പവർഫുൾ ആയിരിക്കണം. അവർ ഓൾമോസ്റ്റ് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്ന സ്കൂളിലാണ്. വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ വളരെ കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവരുടെ റെസ്റ്റ് ചെയ്യുവാണ്, ഉറങ്ങുവാണ് അല്ലെ. അപ്പൊ അതിനനുസരിച്ച് കുട്ടികൾക്ക് വേണ്ടുന്ന എല്ലാം സ്കൂള് പ്രൊവൈഡ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഒരു പ്ലസന്റ് അറ്റ്മോസ്ഫിയർ ആയിരിക്കണം കുട്ടിക്ക്, അവിടെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഫീല് കിട്ടണം, പ്ലസന്റ് അറ്റ്മോസ്ഫിയർ ആയിരിക്കണം. കാരണം അവരുടെ വളരുന്ന പ്രായമാണ്. ഗ്രോത്തും ഡെവലപ്മെന്റും. എന്താ ഗ്രോത്തും ഡെവലപ്മെന്റും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് വരുന്നുണ്ട് അടുത്ത ചാപ്റ്ററുകളിൽ. എന്നാലും ജസ്റ്റ് ഒന്ന് നമ്മൾ ഹാബിറ്റും ബിഹേവിയറും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ പറഞ്ഞു. അതുപോലെ എന്താ ഈ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്? ഗ്രോത്ത് മീൻസ് വളർച്ച. യെസ്. ഡെവലപ്മെന്റ് കുട്ടിക്കുണ്ടാകേണ്ട വളർച്ചയോടൊപ്പം ഉണ്ടായിരേണ്ട മാറ്റങ്ങൾ. ഒന്ന് ശരീരത്തിന്റെ വളർച്ച, ഗ്രോത്ത് അല്ലെ. മറ്റൊന്ന് മാനസികമായിട്ടുള്ള അവരുടെ വളർച്ച, ബുദ്ധി അല്ലെ, ബുദ്ധി, വൈകാരിക വ്യത്യാസങ്ങൾ, അതെല്ലാമാണ്. അത് നിങ്ങൾക്ക് ഒരു ചാപ്റ്റർ തന്നെ വരുന്നുണ്ട്. ചാപ്റ്റർ വീണ്ടും പിന്നെ സബ് ചാപ്റ്റേഴ്സ് ആയിട്ട് വീണ്ടും വീണ്ടും വരുന്നുണ്ട്. ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് നെക്സ്റ്റ് പാർട്ടാണത്. ഞാൻ ജസ്റ്റ് ഒന്ന് ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ആ രണ്ടൊരു ഡിഫറൻസ് ചോദിച്ചപ്പോൾ വേറൊരു കാര്യം കൂടെ ചോദിക്കാൻ തോന്നുവാണ്. കാരണം നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട, ആസ് എ മോണ്ടിസറി ഫെസിലിറ്റേറ്റർ നമ്മൾ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. എന്താ ലിസണിങ്ങും ഹിയറിങ്ങും തമ്മിലുള്ള വ്യത്യാസം? ലിസണിങ് മീൻസ് ശ്രദ്ധിക്കുക. ഹിയറിംഗ് ഹിയറിംഗ് എന്ന് വെച്ചാൽ നമ്മുടെ ഭാഗമാണല്ലോ ലിസണിങ്, സ്പീക്കിംഗ് ആൻഡ് ഹിയറിംഗ്. അപ്പോൾ ഭാഷ നമുക്ക് നമ്മുടെ ക്ലാസ് തന്നെ എടുക്കാം. നമ്മളിപ്പോ ക്ലാസ്സിൽ ഞാൻ ഇരിക്കുന്നു, നിങ്ങൾ ഇരിക്കുന്നു. ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ട്, നിങ്ങൾ പറയുന്നത് ഞാനും കേൾക്കുന്നുണ്ട്. ഈ സമയത്ത് നമ്മളുടെ വീട്ടിലെ ഫാൻ കറങ്ങുന്ന ശബ്ദം ഉണ്ടാവും, അടുത്ത് കുട്ടികൾ ഓരോന്ന് പറയുന്നുണ്ടാവും, വണ്ടി പോകുന്ന ശബ്ദം ഉണ്ടാവും. ഇതിൽ ഏതാണ് ലിസണിങ്, ഏതാണ് ഹിയറിംഗ്? ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നതാണ് ലിസണിങ്. യെസ്. എല്ലാം ഹിയർ ചെയ്യലാണ്. ബാക്കിയെല്ലാം ഹിയർ ചെയ്യും. നമ്മൾ അത് കേട്ടു, നമ്മുടെ ചെവിക്ക് ആ ഒരു പവർ ഉള്ളത് കൊണ്ട് വണ്ടി പോയ ശബ്ദം നമ്മൾ കേട്ടു, പക്ഷെ നമ്മൾ അത് ശ്രദ്ധിക്കാനൊന്നും പോയില്ല. നമ്മളുടെ ക്ലാസ് ആണ് ശ്രദ്ധിക്കുന്നത് അല്ലെ. സോ ലിസണിങ് ദാറ്റ് ഈസ് ഡൂയിങ് വിത്ത് അവർ ഹാർട്ട്. നമ്മൾ നമ്മുടെ ഹൃദയം കൊണ്ടാണ് അത് ചെയ്യുന്നത്. നമ്മുടെ ഉള്ളിൽ തന്നെ കിടക്കും. മറ്റേതെന്താ, ഇങ്ങനെ കേട്ടു ഇങ്ങനെ പോയി, അത്രയേ ഉള്ളൂ. അതാണ്. അപ്പൊ എപ്പോഴും ഒരു മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ എന്ന് പറഞ്ഞാൽ നല്ലൊരു ലിസണർ ആയിരിക്കണം. ആക്റ്റീവ് ലിസണിങ്, ഹൃദയം കൊണ്ട് കേൾക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, ജസ്റ്റ് ആ ഒരു കമ്പാരിസൺ വന്നപ്പോ ആ ഒരു കാര്യം കൂടി ഇവിടെ ഒന്ന് പറഞ്ഞു മാത്രം. ഇനി നമുക്ക് നെക്സ്റ്റ് അടുത്ത കിട്ടെ, എയിംസ് ആൻഡ് വാല്യൂസ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ. എയിംസ് ആൻഡ് വാല്യൂസ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ. നമ്മളിവിടെ ആകെ
ഇതായിരിക്കും. 6 പേരാണോ 7 പേരോ 2 നമുക്ക് ഓരോരുത്തർക്കും ഓരോ പോയിന്റ് ആയിട്ട് വായിച്ചു പോയാലോ? 1 2 3 4 5 6 6 പോയിന്റ്സ് ഉണ്ട്. ഈ മെത്തേഡാണോ നിങ്ങൾക്ക് ഇഷ്ടം, അല്ലെങ്കിൽ ഒരാൾ ഉറക്കം വായിക്കണതാണോ ഇഷ്ടം? അപ്പൊ എല്ലാവരും മനസ്സിൽ വായിച്ചിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണോ താല്പര്യമായിട്ട് തോന്നുന്നത്, അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ ഇനീഷ്യേറ്റ് ചെയ്ത് ഫസ്റ്റ് പോയിന്റ് വായിക്കുന്നു, നെക്സ്റ്റ് പോയിന്റ് അടുത്ത ആള് ഉറക്കം വായിക്കുന്നു, ആരെങ്കിലും ഒരാൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നു, ഏതാ വേണ്ടത്? മനസ്സിൽ അത് മതിയോ? എല്ലാരും ആ ഒരു അഭിപ്രായമാണോ? അതെ മാം. ഓക്കെ, ശരിയാ. വീട്ടില് ചിലപ്പോ വേറെ പല, നമ്മള് വീട്ടിലാണല്ലോ ഇരിക്കുന്നത്, വീട്ടിലൊരു പ്രൈവസിയെ ചിലപ്പോ ബാധിച്ചിരിക്കും നമ്മൾ മൈക്ക് ഓൺ ചെയ്യുമ്പോ. ഓക്കെ, സോ എന്നാ ഫസ്റ്റ് പോയിന്റ് 1 മാർക്ക് ചെയ്തേക്കണത് അതൊന്ന് വായിച്ചോളൂ. നിങ്ങൾക്ക് ആ താഴെ കൊടുത്തിരിക്കുന്ന സ്റ്റാൻഡ് പോയിന്റ് ഓഫ് ഹെൽത്ത് എന്നുള്ളത് വരെ വായിക്കാൻ പറ്റുമല്ലോ, കാണാൻ പറ്റുന്നുണ്ടല്ലോ? അതാണ് ഫസ്റ്റ് പോയിന്റ്, അത് വായിച്ചോളൂ. ഓക്കെ, വായിച്ചോ? ഓക്കെ, എന്ത് മനസ്സിലായി അതിനകത്തുനിന്ന്? ഫസ്റ്റ് എയിം ആണ്, ഹെൽത്ത് എഡ്യൂക്കേഷന്റെ ഫസ്റ്റ് എയിം ആയിട്ട് കൊടുത്തിരിക്കുകയാണ് ടു പ്രൊവൈഡ് ഇൻഫർമേഷൻ അബൌട്ട് ഹെൽത്ത് ആൻഡ് ഹൈജീൻ. ഹെൽത്ത് ആൻഡ് ഹൈജീനെ കുറിച്ച് നല്ലൊരു ഇൻഫർമേഷൻ കൊടുക്കണം. ഈ ഹൈജീൻ ഏതൊക്കെ ടൈപ്പ് ഉണ്ട്? നമ്മളുടെ സ്വന്തം ബോഡിയുടെ ഹൈജീൻ അല്ലെ, പേഴ്സണൽ ഹൈജീൻ. നമ്മൾ സ്വയം നല്ല ക്ലീൻ ആയിട്ടിരിക്കുക, അതാണ് പേഴ്സണൽ ഹൈജീൻ വരുന്നത്. അത് മാത്രം മതിയോ ഹൈജീനില്? നമ്മുടെ വീടും അതുപോലെ ക്ലീൻ ആയിരിക്കണം, നമ്മുടെ സറൗണ്ടിങ്സും അതുപോലെ ക്ലീൻ ആയിരിക്കണം. അതായത് നമ്മൾ ജീവിക്കുന്ന കമ്മ്യൂണിറ്റി, സൊസൈറ്റി, അതെല്ലാം ഹൈജീൻ ആയിരിക്കണം. എന്നാൽ മാത്രമാണ് ഈ അസുഖങ്ങളെ പ്രിവെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഹൈജീൻ ഞാൻ മാത്രം ഇങ്ങനെ കുളിച്ച് വൃത്തിയായി നടന്നിട്ട് കാര്യമില്ല. നമ്മൾ ജീവിക്കുന്ന നമ്മളുടെ സറൗണ്ടിങ്സും എല്ലാം ഇതുപോലെ ഹൈജീൻ തന്നെയായിരിക്കണം. ഓക്കെ, ഇപ്പം ഹെൽത്ത് എഡ്യൂക്കേഷന്റെ ഫസ്റ്റ് എയിം ആണ് ടു പ്രൊവൈഡ് ഇൻഫർമേഷൻ അബൌട്ട് ഹെൽത്ത് ആൻഡ് ഹൈജീൻ. എന്തെല്ലാമാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ? അവിടെ ഒരു വേർഡ് നിങ്ങൾക്ക് കാണാം, വാർഡിങ് ഓഫ്. അല്ലെ, വാർഡിങ് ഓഫ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, പ്രിവെന്റ് ഡിസീസസ്. അതാണ് വാർഡിങ് ഓഫ്, അതിനെ ഓടിച്ചു കളയുക. പ്രിവെന്റ് ഡിസീസിനെ പ്രിവെന്റ് ചെയ്യുക, അതാണ് വാർഡിങ് ഓഫിന്റെ മീനിങ്. അതിന് വേണ്ടുന്ന അസുഖങ്ങളെ അകറ്റാനുള്ള പ്രിവെന്റീവ് മെഷേഴ്സ് ഒക്കെ എടുക്കും. കുട്ടികൾക്ക് ടീച്ചർ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് പെട്ടെന്ന് അത് മനസ്സിലാവും. അവർക്കത് കാരണം ടീച്ചറോട് ഒരു ബോണ്ടിങ് ഉണ്ടാവുമല്ലോ കുട്ടികൾക്ക്, പഠിപ്പിക്കുന്ന കുട്ടികൾക്ക്. അപ്പൊ അവർ ടീച്ചർ പറയുമ്പോൾ അവർ കുറെ കൂടെ കേൾക്കും. ചില അമ്മമാര് ടീച്ചർമാരെ വിളിച്ച് പറയില്ലേ, ഞാൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല, ടീച്ചർ പറഞ്ഞാൽ ചിലപ്പോൾ അവൻ കേൾക്കുന്നത്. അത് ആ ടീച്ചറും കുട്ടിയും തമ്മിൽ ഒരു ബോണ്ടിങ് ഉള്ളത് കൊണ്ടാണ്. അപ്പൊ അങ്ങനെ സ്കൂളിൽ നിന്നും ഈ കാര്യങ്ങളിൽ ശരിയായ രീതിയിലുള്ള ഒരു എഡ്യൂക്കേഷൻ കിട്ടിക്കഴിയുമ്പോൾ പല ബാഡ് ഹാബിറ്റ്സ്, അൺഹൈജീൻ ആയിട്ടുള്ള രീതികൾ, അതെല്ലാം അവര് മാറ്റും.
വീട്ടിൽ തന്നെ വന്ന് അവർ ചിലപ്പോൾ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അവർ കറക്റ്റ് ചെയ്യും കുട്ടികൾ ഇങ്ങനെ ചെയ്യരുതെന്ന് ഞങ്ങളോട് ടീച്ചർ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അതാണ് സ്കൂളിൽ ഇതിന്റെ ഇമ്പോർട്ടൻസ് പറയുന്നത്. ഹെൽത്ത് ആൻഡ് ഹൈജീനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നു, അതാണ് ചെയ്യുന്നത്. അഡിക്ഷൻ ടു സ്മോക്കിംഗ് ആൻഡ് ലിക്വർ, അതുപോലുള്ള അൺഹെൽത്തി പ്രാക്ടീസസ് റിസൾട്ട്സ് ഇൻ റോങ് കോൺസിക്വൻസ്. അപ്പൊ അതിനെ കുറിച്ചുള്ള അവയർനെസ് ഒക്കെ അവർക്ക് കിട്ടും അവരുടെ ഏജിനനുസരിച്ച്. ഹ്യൂമൻ റിലേഷൻഷിപ്പ് എങ്ങനെ നല്ലതാക്കാം, ഹെൽത്തിന്റെ പോയിന്റ് ഓഫ് വ്യൂല് ഇത് ചെയ്യാനായിട്ട് പറ്റും. ഹ്യൂമൻ റിലേഷൻഷിപ്പ് കൂടുതൽ നന്നാക്കാനായിട്ട്. ഇതില് അധികം ഡൗട്ട്സ് ഇല്ലല്ലോ. ഇതിന്റെ എയിം എന്ന് പറഞ്ഞാൽ ഹെൽത്തിനെയും ഹൈജീനെയും കുറിച്ച് ഒരു ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുക. ഹെൽത്ത് എഡ്യൂക്കേഷന്റെ ഫസ്റ്റ് എയിം ആയിട്ട് പറഞ്ഞിരിക്കുന്നു. നെക്സ്റ്റ് വൺ, സെക്കൻഡ് പോയിന്റ്. ഇത് വായിച്ചിട്ട് നമുക്ക് അത് പറയാം. സെക്കൻഡ് പോയിന്റ് അതിനെ പറ്റിയുള്ള കാര്യങ്ങൾ, റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്യാം കേട്ടോ. നമ്മൾ ഒരുമിച്ച് ഒരു സർക്കിളിൽ ഇരിക്കുന്നു എന്ന് വിചാരിച്ചാൽ മതി. ഒരാള് എന്താ പറയാ ഡയസിലും, അതായത് ഇങ്ങനെ സ്റ്റേജിലും ഒരാൾ ബാക്കിയുള്ളവർ താഴെയും, അങ്ങനെയല്ല. നമ്മളൊരു സർക്കിളിൽ ഇരിക്കാന്ന് അസ്യൂം ചെയ്തിട്ട് വേണം ക്ലാസ്സിൽ ഇരിക്കാൻ. ഫേസ് ടു ഫേസ് നമ്മൾ എല്ലാവരും കാണുന്നുണ്ട്. ആ രീതിയിൽ സെക്കൻഡ് പോയിന്റ് എടുത്ത് വായിക്കുക. അതിന് നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാം. വായിച്ചോ. ടു മെയിൻറ്റെയിൻ നോംസ് ഓഫ് ഗുഡ് ഫുഡ് ഹെൽത്ത്, അതായത് നല്ല ഫുഡ് ഹാബിറ്റ്സ് വേണം. അത് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാം. ഇന്ന് ഞാനൊരു സമ്മർ ക്യാമ്പിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ 6ാം ക്ലാസ് വരെയുള്ള കുട്ടികളായിരുന്നു കേട്ടോ. അപ്പൊ അവര് കുറച്ച് കുട്ടികളുണ്ടായിരുന്നു, 10-20 പേര്. അവരുടെ അടുത്ത് ഫുഡ് ഹാബിറ്റ്സിനെ പറ്റി ചോദിച്ചപ്പോൾ അവരെല്ലാരും ഭയങ്കര ആയിട്ട് ഇങ്ങനെ പറയുവാണ്. ഇങ്ങനെ വീട്ടില് പച്ചക്കറി തോട്ടം ഉണ്ടാക്കുക, ആ പച്ചക്കറികൾ മാത്രം ഉപയോഗിക്കുക, ചിക്കൻ കുറയ്ക്കുക, നോൺ കുറയ്ക്കുക, വെജിറ്റബിൾസ് കൂടുതൽ കഴിക്കുക, നല്ല ഫ്രൂട്ട്സ് കഴിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പറഞ്ഞു. ഒരു മോൻ പറഞ്ഞ എന്താണെന്നറിയോ, ഞാൻ പുറത്ത് ഫുഡ് ഇഷ്ടപ്പെടുന്ന ആളാണ്, ഞാൻ അത് കഴിക്കാറുണ്ട്, ബേക്കറി സാധനങ്ങൾ ഞാൻ കഴിക്കാറുണ്ട്. ബാക്കിയുള്ളവർ അവർ പഠിച്ച കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ അവൻ ഇങ്ങനെ വളരെ നിഷ്കളങ്കമായിട്ട് ഞാൻ പുറത്തെ ഫുഡ് കഴിക്കും, ബേക്കറി ഫുഡ് കഴിക്കും, പിന്നെ എനിക്ക് ചിക്കനാണ് കൂടുതൽ ഇഷ്ടം, ചിക്കൻ ഉണ്ടെങ്കിൽ ഞാൻ വേറെ ഒരു കറിയും കഴിക്കില്ല, വെജിറ്റബിൾ കറികളൊന്നും ഞാൻ തൊടുകയില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാൻ ആ മോനോട് ചോദിച്ചു, ഇത് മാത്രം കഴിച്ചു കഴിഞ്ഞാൽ പ്രശ്നം എന്തെങ്കിലും ഉണ്ടാവും എന്ന് വെച്ചു. പറഞ്ഞു, ഇത് മാത്രം കഴിച്ചാൽ പ്രശ്നം ഉണ്ടാവും എന്ന് എനിക്കറിയാം, പക്ഷെ ഞാൻ ഇതിങ്ങനെ കഴിക്കും. ഞാൻ ചോദിച്ചു, ഇടയ്ക്കൊക്കെ വെജിറ്റബിൾസ് കഴിക്കാമോ എന്ന് വെച്ചപ്പോ അവൻ റെഡിയായി. ഇടയ്ക്കിടയ്ക്ക് ഞാൻ കഴിക്കാം, ഞാൻ ഈ ശീലം മാറ്റാം എന്നൊക്കെ ഉള്ള രീതിയിൽ. ചെറിയ കുട്ടിയോ, 3-4 പഠിക്കും. ബാക്കി എല്ലാരും അവർ പഠിച്ചത് വെച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അവൻ ഇങ്ങനെ വളരെ സത്യസന്ധമായി നിഷ്കളങ്കമായി. അതാണ് ഗുഡ് ഫുഡ് ഹാബിറ്റ്സ്. അത് നമ്മൾ വീട്ടിൽ നിന്നേ സ്റ്റാർട്ട് ചെയ്യുന്നു. ചില സ്കൂളുകൾ അവർ പറയാറുണ്ട്, ഉച്ചയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു വിടരുത്, ഉച്ചയ്ക്ക് ചോറും വെജ് കറി ഉണ്ടെങ്കിൽ കറികളും കൊടുത്തു വിടുക. കാരണം കുട്ടി സ്കൂളിലാവുമ്പോൾ ടീച്ചർ പറയുമ്പോൾ, അല്ലെങ്കിൽ നോക്കാൻ ഒരു കെയർ ടേക്കർ ഉണ്ടെങ്കിൽ അവര് പറയുന്നത് കാരണം കംപ്ലീറ്റ് ചിലപ്പോൾ കഴിക്കും, തിരിച്ചൊന്നും കൊണ്ടുവരാതെ. അപ്പൊ അങ്ങനെ സ്കൂളിൽ അത് നമുക്ക് കുട്ടികളെ ശീലിപ്പിക്കാനായിട്ട് പറ്റും. സ്കൂളിന് സർട്ടൻ പ്രിൻസിപ്പിളോ എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻസോ കൊടുക്കാം. കുട്ടി ഇങ്ങനെയുള്ള ഫുഡ് കൊണ്ടുവരണം എന്നുള്ള രീതിയിൽ ഇൻസ്ട്രക്ഷൻസ് പാരന്റ്സിലേക്കും ഇടാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാമെന്നാണ് പറയുന്നത്. ആരെങ്കിലും സ്കൂളിൽ വർക്ക് ചെയ്യുന്നവരോ അല്ലെങ്കിൽ കുട്ടികൾ സ്കൂളിലുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്കറിയായിരിക്കും, ചില എന്താ പറയാ ഫുഡിന്റെ ഒക്കെ ചില എക്സിബിഷൻ പോലെയൊക്കെ വയ്ക്കും. വീട്ടിൽ നിന്ന് ഓരോന്നൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരണം, മുളപ്പിച്ച പയറിന്റെ മാത്രമായിട്ട് കൊണ്ടുവരും, അങ്ങനെയൊക്കെ ഓരോന്നൊക്കെ ചില സ്കൂളുകളിലൊക്കെ ആക്ടിവിറ്റീസ് കൊടുക്കുന്നത് കാണാറുണ്ട്.
അതാണ് നെക്സ്റ്റ് വൺ. ഫുഡ് ഹാബിറ്റ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ഗുഡ് ഫുഡ് ഹാബിറ്റ്സ് മെയിൻറ്റെയിൻ ചെയ്യുവാണ് സെക്കൻഡ് പോയിന്റ്. ആ തന്നിരിക്കുന്ന എക്സ്പ്ലനേഷൻ തന്നെ നിങ്ങൾ മനസ്സിലാക്കണമെന്നില്ല, നമ്മൾക്ക് അറിയാവുന്ന കാര്യങ്ങളെല്ലാം ആഡ് ചെയ്യാം. നെക്സ്റ്റ് തേർഡ് പോയിന്റ് വായിച്ചോളൂ, കാണാൻ പറ്റുമല്ലോ. നെക്സ്റ്റ് വന്നത് ടു മേക്ക് പ്രിക്കോഷണറി ആൻഡ് പ്രിവെന്റീവ് മെഷർ. അതായത് നമ്മൾക്ക് സേഫ് ആകാനുള്ള പ്രിക്കോഷൻസ് നമ്മൾ എടുക്കും അല്ലെ, പിന്നെ പ്രിവെന്റീവ് മെത്തേഡ്സും എടുക്കും. അതിനെ പറ്റിയുള്ള ഒരു അവയർനെസ് ഹെൽത്ത് എഡ്യൂക്കേഷന്റെ അടുത്തൊരു എയിമാണിത്, ടു മേക്ക് പ്രിക്കോഷണറി ആൻഡ് പ്രിവെന്റീവ് മെഷർ. പലപ്പോഴും നമ്മളുടെ അറ്റ്മോസ്ഫിയർ എല്ലാം പൊള്യൂട്ടഡ് ആണ്. ചിലപ്പോൾ വാട്ടർ പൊള്യൂട്ടഡ് ആവാം, ചിലപ്പോൾ എയർ പൊള്യൂട്ടഡ് ആവാം, പല രീതിയിലും പൊല്യൂഷൻ നടക്കും. ഇതെല്ലാം ഡിസീസിന് കാരണമാകും, ഡിസീസ് സ്പ്രെഡ് ആവാനായിട്ട് പെട്ടെന്ന് കാരണമാകും. അപ്പൊ അതിനുവേണ്ടി ഹൈജീൻ അറേഞ്ച്മെന്റ്സ് എല്ലാം എടുക്കണം. പിന്നെ ടോയ്ലറ്റ്സും യൂറിൻ പാസ് ചെയ്യുന്ന സ്ഥലങ്ങളെല്ലാം നല്ലപോലെ ക്ലീൻ ആക്കി വെക്കണം. ദിവസവും സ്വീപ്പിംഗ് തുടയ്ക്കുക, റൂംസും എല്ലാം നീറ്റ് ആയിരിക്കണം, സ്ട്രെസ് ഫ്രീ ആയിരിക്കണം. കാരണം പലപ്പോഴും കുട്ടികൾക്ക് പല അലർജി കേസസ് ഒക്കെ വരാം, അലർജി ഒക്കെ ഉണ്ടായിരിക്കും. പിന്നെ എഡിബിൾസ് ഇൻ ദ ടക്ക് ഷോപ്പ് ആർ സേവ്ഡ് ഫ്രം ഫയൽസ്. ഫയൽസ് അല്ല, ഫ്ലൈസ് ആണ് കേട്ടോ. ഫയൽസ് എന്നാണ് നമ്മളുടെ നോട്ടിൽ കാണുന്നത്, സ്പെല്ലിംഗ് തെറ്റാണ്. FLIES, ഈച്ചകൾ. ഫ്ലൈസ് എന്നാണ് മീൻ. എഡിബിൾസ്, കഴിക്കുന്ന സാധനങ്ങൾ. ഇൻ ദ ടക്ക് ഷോപ്പ്. ടക്ക് ഷോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻറ്റീൻ സ്റ്റോർ ആണ്. എല്ലാ സ്കൂളുകളിലും ഉണ്ടാവില്ല. ഇപ്പം ഈ മിഠായി ഒക്കെ വെക്കുന്ന ചെറിയ ഷോപ്പ് ഉണ്ടല്ലോ ചില സ്കൂളുകളിലൊക്കെ, ഇത് അല്ലെങ്കിൽ ക്യാൻറ്റീന്റെ ഭാഗങ്ങളിലൊക്കെ, ക്യാൻറ്റീൻ ഒക്കെ ഉണ്ടെങ്കിൽ ക്യാൻറ്റീനിലൊക്കെ സ്വീറ്റ്സ് വെക്കുന്ന ഒരു സെഷൻ ഉണ്ടാവില്ലേ, അതാണ് ആ ക്യാൻറ്റീൻ സ്റ്റോർ, ടക്ക് ഷോപ്പ് എന്ന് അവിടെ ഉദ്ദേശിക്കുന്നത്. അവിടെയൊക്കെ വെച്ചിരിക്കുന്നത് തുറന്നൊന്നും വെക്കാതെ നല്ല ക്ലീനും ഹൈജീനും ഈച്ചയൊന്നും കയറാത്ത രീതിയിൽ സൂക്ഷിക്കണം എന്നാണ് ലാസ്റ്റ് സെന്റൻസ് പറഞ്ഞിരിക്കുന്നത്. പ്രിക്കോഷണറി ആൻഡ് പ്രിവെന്റീവ് മെഷേഴ്സ് എടുക്കണം. എന്തൊക്കെയാ പറഞ്ഞത്? എപ്പോഴും ക്ലീൻ ആക്കി വെക്കണം, പൊല്യൂഷൻ നടക്കാൻ ചാൻസ് ഉണ്ട്, അതിലൂടെ ഡിസീസ് സ്പ്രെഡ് ആകും. പിന്നെ ക്യാൻറ്റീൻ ഷോപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ അതിലെല്ലാം നീറ്റ് ആയിട്ടെല്ലാം വെക്കണം. ഈച്ചകളൊക്കെ വരാൻ ചാൻസ് ഉള്ള സ്ഥലമാണ് ക്യാൻറ്റീൻ ഷോപ്പും അതിലൊക്കെ ഉള്ള സാധനങ്ങളല്ലേ. അപ്പൊ അതൊക്കെ ഈച്ചകൾ. ഫ്ലൈസ് ആണ് ഫൈൽസ് അല്ല. ഫ്ലൈസിൽ നിന്നും അതിനെ ഓടിക്കാൻ പാകത്തിന് അത് നല്ല രീതിയിൽ എയർ ടൈറ്റ് ആയിട്ട് ഉള്ള കണ്ടെയ്നറിലൊക്കെ സൂക്ഷിക്കണം. നെക്സ്റ്റ് ഫോർത്ത് വൺ. ഫോർത്ത് പോയിന്റ് വായിച്ചോളൂ. Fourth one, to take curative measurements. Curative എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യൂർ ചെയ്യുന്നത്, അതായത് ഹീൽ ചെയ്യുന്നത്. മുറിവൊക്കെ ഹീൽ ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ മുറിവ് പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മരുന്ന് വരട്ടെയാണ് ഹീൽ ചെയ്യുന്നത്. അതാണ് ഇവിടെ അതുപോലെ ഉള്ള കാര്യം പറയുന്നത്, ക്യൂറേറ്റീവ് മെഷേഴ്സ്. അതായത് റെമഡി, ഹെൽപ്ഫുൾ ആയിട്ടുള്ള റെമഡി, അതാണ് ഉദ്ദേശിക്കുന്നത്. എന്തെങ്കിലും അസുഖം, ഇപ്പൊ നമ്മൾ കുറെ പ്രിവെന്റീവ് പ്രിക്കോഷൻസ് ഒക്കെ എടുത്താലും ചിലപ്പോൾ അസുഖങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ അസുഖങ്ങൾ വരുമ്പോൾ അതിനെ ഹീൽ ചെയ്യാൻ, അത് ക്യൂർ ചെയ്യാൻ വേണ്ടുന്ന കറക്റ്റ് മെഷേഴ്സ് എടുക്കുക. അതാണ് അടുത്ത എയിമായിട്ട് പറയുന്നത്.
പിന്നെ ഇഞ്ചുറീസും ഡിസീസും എന്തെങ്കിലും ഡിറ്റക്ട് ചെയ്യുവാണെങ്കിൽ അതിന് വേണ്ടുന്ന മെഷേഴ്സും കാര്യങ്ങളും എല്ലാം സജസ്റ്റ് ചെയ്യണം. പിന്നെ പലപ്പോഴും കുട്ടികളിൽ കാണുന്ന ഒരു പ്രോബ്ലമാണ് മയോപ്പിയ. എന്താ മയോപ്പിയ? മയോപ്പിയ എന്താ? ഷോർട്ട് സൈറ്റ് അല്ലെ? ഷോർട്ട് സൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദൂരെയുള്ള ഓബ്ജക്ട്സ് ഭയങ്കരമായിട്ട് ബ്ലേർഡ് ആയിട്ടേ അവർക്ക് കാണും. ദൂരെയുള്ളത് കാണാൻ പാടായിരിക്കും. ക്ലോസ് അടുത്തുള്ള ഒബ്ജക്ട്സ് ക്ലിയർ ആയിട്ട് കാണും, ദൂരെയുള്ളത് ബ്ലേർഡ് ആയിട്ട് കാണും. മിക്കവാറും കുറെയൊക്കെ കുട്ടികൾക്ക് ഈ മയോപ്പിയയുടെ പ്രോബ്ലം ഉണ്ടായിരിക്കും. മറ്റേ ഹൈപ്പറോപ്പിയ ആണ് ലോങ് സൈറ്റ്. ദൂരെയുള്ളത് കാണാൻ പറ്റും, അടുത്തുള്ളത് ബ്ലേർഡ് ആയിട്ട് കാണും. അപ്പോൾ അത് കുറച്ചുകൂടെ ഏജ്ഡ് ആകുമ്പോഴാണ് വരുന്നത്. കുട്ടികളിൽ കാണുന്നതാണ് ഷോർട്ട് സൈറ്റ് മയോപ്പിയ. അപ്പോൾ സ്കൂളിൽ അങ്ങനെ ഐ എക്സാമിനേഷന്റെ ക്യാമ്പ് വയ്ക്കാം, പല്ലിന്റെ ഇത് നോക്കാൻ അങ്ങനെ ചെക്ക് ചെയ്യാം. പല്ലിനൊക്കെ ഹൈജീൻ അതൊക്കെ എത്രത്തോളം കുട്ടികൾ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് മനസ്സിലാകും. ഷോർട്ട് സൈറ്റ് കണ്ണിന്റെ വെച്ച് കഴിഞ്ഞാൽ കണ്ണട വെക്കേണ്ടതാണെങ്കിൽ അവരെ റെഫർ ചെയ്യും. അപ്പൊ ടൈമിന് കണ്ണട വച്ചില്ലെങ്കിൽ ഈ മയോപ്പിയ അത് കൂടാനായിട്ട് ചാൻസ് വരും. അത് നമ്മളുടെ ഏജിലാണെങ്കിലും അതെ, എന്റെ ഏജിലോ 40+ ആയി ഏജിൽ നമ്മൾ കറക്റ്റ് വിഷൻ പ്രോബ്ലം ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ പോയി ചെക്ക് ചെയ്ത് നമ്മൾ സ്പെക്സ് വെച്ചില്ലെങ്കിൽ 40+ ആയി എനിക്ക് പെട്ടെന്ന് തന്നെ കാറ്ററാക്ട്, ഞാൻ സ്പെക്സ് വെക്കാതെ സ്ട്രെയിൻ എടുത്ത് സ്പെക്സ് വേണ്ടാന്ന് പറഞ്ഞ് സ്ട്രെയിൻ എടുത്ത് ഞാൻ എല്ലാ കാര്യം കണ്ടുകൊണ്ടിരിക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ എനിക്ക് കാറ്ററാക്ട് വരാനുള്ള ചാൻസ് കൂടും. അതുകൊണ്ട് കുട്ടികളിലാണെങ്കിൽ പോലും അവർക്ക് വിഷൻ പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അവരെ പെട്ടെന്ന് തന്നെ അത് ക്ലിയർ ചെയ്യും. ടൈമിൽ ഗ്ലാസ് വെച്ച് കഴിഞ്ഞാൽ പ്രോബ്ലം കൂടും. ചിലപ്പോൾ കുറച്ച് ഷോർട്ട് സ്പാനിൽ വച്ചാൽ മതിയാകും ചില കേസസിന്. നെക്സ്റ്റ് പറഞ്ഞല്ലോ നമ്മൾ പല്ലിന്റെ കാര്യം. സം പീപ്പിൾസ് ഹാവ് പുവർ ക്വാളിറ്റി ടീത്ത്. പല്ല് വളരെ മോശമായിരിക്കും, കാരണം ഈ കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് ബ്രഷ് ചെയ്യില്ല, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ അവർ വാ കഴുകിന്ന് വരില്ല, പിന്നെ രാത്രി കിടക്കുന്നതിന് മുമ്പ് ചിലപ്പോൾ ബ്രഷ് ചെയ്തില്ല എന്ന് വരും. മിഠായി ഒക്കെ എപ്പോഴും കഴിച്ച് അതിന്റെയൊക്കെ ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് ഒക്കെ പല്ലിലൊക്കെ ഇങ്ങനെ ഉടക്കിയിരിക്കും. അങ്ങനെയൊക്കെ പലപ്പോഴും പല്ല് കേടാവാറുണ്ട്. പിന്നെ ഇഫ് ദേ സഫർ ഫ്രം പൈറിയ. പൈറിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് ഈ മോണ പഴുത്തിട്ട് പസ് വരില്ലേ, ഡിസ്ചാർജ് ഓഫ് പസ്, അതാണ് ബ്ലീഡിങ് കം. നമുക്ക് മോണ അവിടെ ഇങ്ങനെ ബ്ലഡ് വരിക, അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ. അങ്ങനെയൊക്കെ വരുമ്പോൾ ശരിക്കും ഇമ്മീഡിയറ്റ് ആയിട്ട് മെഡിക്കൽ ട്രീറ്റ്മെന്റ് ആവശ്യമാണ്. നല്ല രീതിയിൽ ബ്രഷ് ചെയ്തില്ലെങ്കിൽ അവരത് പ്രാക്ടീസ് ചെയ്യിച്ചാൽ മതി. പക്ഷെ ഇങ്ങനെ ബ്ലീഡിങ്ങോ അങ്ങനെയുള്ള പസ്സോ പഴുപ്പൊക്കെ വരുവാണെങ്കിൽ അത് ഓറൽ ഹൈജീൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പെട്ടെന്ന് തന്നെ ഡെന്റിസ്റ്റിനെ കാണിച്ച് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യും. നെക്സ്റ്റ് 5th വൺ കാണാൻ പറ്റുമല്ലോ. 5th വൺ വായിക്കാം. ഞാൻ മാത്രമേ പറയണുള്ളൂ, നിങ്ങൾ ആരും ഒന്നും പറയണില്ലല്ലോ. മനസ്സിലാവുന്നില്ല? നമ്മൾ പറയുന്നത് ഹെൽത്ത് എഡ്യൂക്കേഷന്റെ എയിംസ് ആണ് കേട്ടോ. ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? ഫസ്റ്റ് പ്രോബ്ലം എയിം ആയിട്ട് പറഞ്ഞത് എന്തായിരുന്നു? ഹെൽത്തിനെയും ഹൈജീനെയും കുറിച്ച് ഒരു ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നു അല്ലെ, ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ പറഞ്ഞത് ഗുഡ് ഫുഡ് ഹാബിറ്റ്സ് ആയിരുന്നു പറഞ്ഞത്. തേർഡ് വൺ പറഞ്ഞത് പ്രിക്വേഷനും പ്രിവെന്റീവ് മെഷേഴ്സും, അസുഖങ്ങൾക്കെതിരായിട്ട്. എന്നിട്ടും അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിനെ ഹീൽ ചെയ്യാനുള്ള മെത്തേഡ്സ്, അതാണ് നമ്മൾ പറഞ്ഞത്. കണ്ണിന്റെ കേസ് പറഞ്ഞു, പല്ലിന്റെ കേസ് പറഞ്ഞു. ഓക്കെ, യെസ്. സെക്കൻഡ് ഏതായിരുന്നു? ഗുഡ് ഫുഡ് ഹാബിറ്റ്സ്. തേർഡ് പ്രിക്വേഷൻ ആൻഡ് പ്രിവെന്റീവ് മെഷേഴ്സ്, അസുഖങ്ങൾ വരാതിരിക്കാനുള്ള. ഫോർത്ത് വൺ അഥവാ വന്നുപോയാൽ എന്തൊക്കെ മെഷേഴ്സ് എടുക്കണം, അതിനെ ട്രീറ്റ് ചെയ്യാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം. അത് പല്ലും കണ്ണുമാണ് കൂടുതൽ കുട്ടികളിൽ പ്രശ്നങ്ങൾ വരാറ്. നെക്സ്റ്റ് 5th വൺ വായിച്ചോളൂ.
ഓക്കെ. ഫിഫ്ത്ത് വൺ, നമ്മളിപ്പോ ഫിസിക്കലി നമ്മളുടെ കാര്യങ്ങളെല്ലാം നല്ല ക്ലീൻ ആക്കി എല്ലാം ഗുഡ് ഫുഡ് ഹാബിറ്റ്സ് ഒക്കെ ചെയ്താലും നമ്മൾ നമ്മളുടെ മെന്റൽ ആൻഡ് ഇമോഷണൽ ഹെൽത്ത് അത് ഡെവലപ്പ് ചെയ്യും പ്രൊമോട്ട് ചെയ്യും വേണം. പലപ്പോഴും ഇത് നെസസറി ആണ് ഹെൽത്ത് പ്രോഗ്രാംസിൽ. കാരണം കുട്ടി ഫിസിക്കലി ഒക്കെ നല്ല ഫിറ്റ് ആയിരിക്കും, പക്ഷെ പെട്ടെന്ന് ഒരു ഇഷ്യൂ വന്നാൽ ചിലപ്പോൾ അവർക്ക് അതിനെ മാനേജ് ചെയ്യാനോ കൺട്രോൾ ചെയ്യാനോ പറ്റാത്ത ഒരു അവസ്ഥ വരും. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഫിസിക്കലി ഫിറ്റ് മാത്രം പോരാ, മെന്റലിയും അവര് നല്ല പോലെ അവർ സ്ട്രോങ് ആയിരിക്കണം. ലൈക്ക് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞപ്പോ പരീക്ഷയ്ക്ക് അല്പം മാർക്ക് ഭയങ്കര ഡൗൺ ആയി പോകും. good health. ഭയങ്കരമായിട്ട് മാർക്ക് കുറഞ്ഞിട്ട് ഇങ്ങനെ ഭയങ്കര ഡൗൺ ആവുന്ന കുട്ടി. പക്ഷെ അത് ആക്സെപ്റ്റ് ചെയ്യാനും നെക്സ്റ്റ് ടൈം ഞാൻ പ്രിപ്പയർ ചെയ്യും എന്നുള്ള രീതിയിൽ ആ ഒരു കോൺഫിഡൻസ് അങ്ങനെ വന്നാൽ മതി. ഇത് ഭയങ്കര ഡൗൺ ആവുന്ന ഒത്തിരി കരയുന്ന പിള്ളേരെ കണ്ടിട്ടുണ്ട്. അങ്ങനെ വരുമ്പോ ഒരു ഹാപ്പി ആയിട്ട് അവർ പോകും. ഈ മെന്റൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്തും എല്ലാം ബാലൻസ് ചെയ്ത് പോകുവാണെങ്കിൽ. നെക്സ്റ്റ് സിക്സ്ത് വൺ, താഴേക്ക് കുറച്ചുണ്ട്, അതൊന്ന് വായിച്ചു നോക്കുക. സെൻസ് ഓഫ് സിവിക് റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ സൊസൈറ്റിയോടുള്ള റെസ്പോൺസിബിലിറ്റി കുട്ടികളിൽ ഡെവലപ്പ് ചെയ്തെടുക്കണം. ഹെൽത്ത് എഡ്യൂക്കേഷന്റെ ഒരു ഭാഗമാണ്. അല്ലെങ്കിൽ അത് അവരിൽ മാത്രം ഒതുങ്ങിപ്പോകും, അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ മാത്രം ഒതുങ്ങിപ്പോകും. അതല്ല, സൊസൈറ്റിയോടുമുള്ള കമ്മിറ്റ്മെന്റ്, ആ ഒരു റെസ്പോൺസിബിലിറ്റി. കാരണം നമുക്ക് കിട്ടുന്ന നാച്ചുറൽ സോഴ്സസ് എല്ലാം നമ്മളുടെ സറൗണ്ടിങ്സിൽ നിന്നാണ് കിട്ടുന്നത്. അപ്പൊ അതിലേക്കൊരു റെസ്പോൺസിബിലിറ്റി കാണിക്കണം, ഒരു കമ്മിറ്റ്മെന്റ് കാണിക്കണം. അതാണ് സിക്സ്ത് പോയിന്റ് പറയുന്നത്. ഓക്കെ. പലപ്പോഴും കുട്ടികള് വായിച്ചു കഴിഞ്ഞെന്ന് വിചാരിക്കുന്നു, പലപ്പോഴും കുട്ടികൾ അവരുടെ ഫെല്ലോ, അതായത് അവരുടെ കൂടെ പഠിക്കുന്ന കുട്ടികളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെന്റാലിറ്റി കാണിക്കണം എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പൊ അത് അവരുടെ സ്കൂളിലെ കുട്ടികളോട് മാത്രമല്ല, സാധാരണ മറ്റുള്ള ആളുകളോടും അവർക്ക് ആ ഒരു മെന്റാലിറ്റി അവർ കാണിക്കും. ഇതാണ് ഒരു സിവിക് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു സെൽഫിഷ് മൈൻഡ് ആയി പോകും, അവനവന്റെ കാര്യം നോക്കും. അപ്പൊ അങ്ങനെയല്ല, സറൗണ്ടിങ്സിലും കുറെ ആളുകളുണ്ട്, അവർക്കും പല ആവശ്യങ്ങളും ഉണ്ട്, പ്രശ്നങ്ങളും ഉണ്ടാകാം. അതെല്ലാം മനസ്സിലാക്കി അവരോടൊരു റെസ്പോൺസിബിലിറ്റി, ഒരു കമ്മിറ്റ്മെന്റ് കാണിക്കുന്നതാണ് ഈ സിവിക് റെസ്പോൺസിബിലിറ്റി. അതും ഹെൽത്ത് എഡ്യൂക്കേഷൻ വഴി ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്സ് എങ്ങനെ അത് മെയിൻറ്റെയിൻ ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ഹെൽത്ത് എഡ്യൂക്കേഷനിൽ വരും. ഓക്കെ. നെക്സ്റ്റ്, അതോടുകൂടി നമ്മളുടെ എയിംസ് കഴിഞ്ഞു. 6 എയിംസ് ആണ് ഹെൽത്ത് എഡ്യൂക്കേഷനിൽ നമ്മൾ പറഞ്ഞത്. അത് ഓരോന്നും നിങ്ങൾ പോയിന്റ്സ് മനസ്സിലാക്കി എക്സ്ട്രാ എന്തെങ്കിലും നമ്മളുടെ മനസ്സിൽ വരുന്ന കാര്യം അതിനോടുകൂടി എഴുതി വെക്കുക. സ്കൂളിൽ എന്തെല്ലാം കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാം, എന്തെല്ലാം ആക്ടിവിറ്റീസ് അറേഞ്ച് ചെയ്യണം ഈ ഓരോ ഏരിയയിലും, അതെല്ലാം താഴെ കൊടുത്തിട്ടുണ്ട്. 4 പോയിന്റ്സ് ആയിട്ട് കാണിച്ചിട്ടുണ്ട് എന്തെല്ലാം സ്കൂളിൽ അറേഞ്ച് ചെയ്യണം. സ്കൂൾ എങ്ങനെയുള്ള ഒരു സ്ഥലത്തായിരിക്കണം, ഒരു ഹെൽത്തി അറ്റ്മോസ്ഫിയറിലായിരിക്കണം സ്കൂളിന്റെ ലൊക്കേഷൻ. പലപ്പോഴും നമുക്കറിയാം, ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ച് ഒരു സ്കൂളിന് അല്ലെങ്കിൽ ഒരു കോളേജിന് ഒക്കെ ഒരു സ്ഥലം അനുവദിക്കുകയാണെങ്കിൽ ചില കാര്യങ്ങളൊക്കെ നോക്കി മാത്രമാണ് അവർ ആ സാങ്ഷൻ കൊടുക്കുന്നത്. ഇപ്പൊ സ്കൂള് അതുപോലെ ഹെൽത്തി അറ്റ്മോസ്ഫിയർ ആയിട്ടുള്ള സ്ഥലത്ത് തന്നെ സ്കൂള് വേണം. നമുക്കറിയാം, ഇപ്പൊ ബിവറേജോ അല്ലെങ്കിൽ ബാർ അങ്ങനെയുള്ള സ്ഥലത്തിനടുത്തൊന്നും സ്കൂളൊന്നും വെക്കില്ല. സ്കൂളിന്റെ ഇത്ര പെരിമീറ്ററിന് അടുത്ത് ഇതൊന്നും പാടില്ല എന്നൊക്കെ പറയണ കേൾക്കാം. പിന്നെ സ്കൂളില് റെഗുലർ ഹെൽത്ത് ഇൻസ്പെക്ഷനും
എല്ലാം അതിന്റെ ഹെൽത്ത് റെക്കോർഡ്സും എല്ലാം മെയിൻറ്റെയിൻ ചെയ്യണം. കുട്ടികളുടെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസും സ്കൂളുകൾ സൂക്ഷിക്കാറുണ്ട്. സ്കൂൾ തുറക്കുമ്പോഴേക്കും അവരുടെ കയ്യിലൊരു ഫോമോ അല്ലെങ്കിൽ അവരുടെ ഡയറിയോ കൊടുത്തു വിടും. അതിനകത്ത് കുട്ടിയുടെ ഫുൾ പേര്, കുട്ടിയുടെ ഹൈറ്റ്, വെയിറ്റ്, ബ്ലഡ് ഗ്രൂപ്പ്, എന്തെങ്കിലും അലർജി ഉണ്ടോ, അങ്ങനെയൊക്കെ ഓരോ സ്കൂളുകാരും അവരുടെ രീതിക്ക് അനുസരിച്ചൊരു ഫോം ഉണ്ടായിരിക്കും. ആ ഫോം പാരന്റ്സ് ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെ എല്ലാ കാര്യങ്ങളും റെക്കോർഡ്സ് എല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് വെക്കണം. പിന്നെ ഫസ്റ്റ് എയ്ഡ് സ്കൂളിൽ അത്യാവശ്യം വേണ്ടുന്ന കാര്യമാണ് ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. ഫസ്റ്റ് എയ്ഡ് സൂക്ഷിക്കണം. പിന്നെ സ്റ്റുഡൻസിന് ക്ലീനും ഹെൽത്തി ഫുഡ്, അതുപോലെ തന്നെ ഡ്രിങ്ക്സ് കുടിക്കാൻ എല്ലാം ഒരു നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങളെല്ലാം തന്നെ കിട്ടുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. ചില സ്കൂളുകളിൽ നൂൺ മീൽസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന സ്കൂളുകൾ ഉണ്ടല്ലോ, ഗവൺമെന്റ് സ്കൂളുകളിലൊക്കെ നൂൺ മീൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന് അവർക്ക് ഓരോ മെനു ഉണ്ട്. കുട്ടികൾക്ക് ഇന്ന ദിവസം പയറുവർഗ്ഗങ്ങള്, മുട്ട, പാല് അങ്ങനെയൊക്കെ കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ശരിക്കും ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് അവർക്ക് കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. സ്കൂളിലെ കാര്യമാണ് പറഞ്ഞത്. ഇനി ഔട്ട്സൈഡ് ദ സ്കൂൾ, സ്കൂളിന് പുറത്ത് എങ്ങനെയായിരിക്കണം എന്നുള്ളത് അത് നിങ്ങൾക്ക് പോയിന്റ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്, ഒന്ന് വായിച്ചു നോക്കിക്കൂ. ഔട്ട്സൈഡ് ദ സ്കൂൾ 5 പോയിന്റ് കാണാം. ഓക്കെ, സ്കൂളിന് പുറത്തെ കാര്യങ്ങളാണ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, അത് ജീവിക്കുന്ന സ്റ്റാൻഡേർഡ്. മോസ്റ്റ് പ്രോബബ്ലി ഒരു നല്ലൊരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ആണെങ്കിൽ, ഹൈ ആണെങ്കിൽ, പലപ്പോഴും ഹെൽത്ത് ആൻഡ് ഹൈജീൻ ഒക്കെ അവിടെ ഒരു കുഴപ്പമില്ലാത്തൊരു ലെവലിലായിരിക്കണം. അവിടെ ഒരു ഫുൾ അൺടച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ട് അഫക്ട് ചെയ്യില്ല, കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഹൈജീനിൽ. അത് ഗവൺമെന്റും അതുപോലെ തന്നെ സൊസൈറ്റിയും കൂടെ, നമുക്കറിയാം ഇപ്പൊ നമ്മളുടെ ഇവിടെയൊക്കെ വേസ്റ്റ് മാനേജ്മെന്റ് ഗവൺമെന്റ് ആയിട്ട് കുറെ സ്റ്റെപ്സ് എടുക്കും. അത് ആ സൊസൈറ്റി അല്ലെങ്കിൽ ആ കമ്മ്യൂണിറ്റി അത് നല്ല രീതിയിൽ നടപ്പാക്കുമ്പോഴേക്കും പറയുന്ന പോലെ അതെല്ലാം ഫുൾഫില്ല് ചെയ്യും. സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കൂടും. അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് കുറെ വേസ്റ്റ് കുന്നുകൂടി കിടക്കുന്നു, അത് മാനേജ് ചെയ്യാൻ ആരും ഇല്ല, അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് വളരെ മോശമാവും. ആൾക്കാർ എങ്ങനെയെങ്കിലും വീട്ടിലുള്ള വേസ്റ്റ് എവിടെയെങ്കിലും കൊണ്ട് കളയാം, അങ്ങനെ രീതി വരും. പക്ഷെ അതിന് നല്ലൊരു സംവിധാനം ഉണ്ടാക്കുകയാണെങ്കിൽ അവിടുത്തെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കൂടും. സാനിറ്റേഷൻ ആൻഡ് ഹൈജീൻ, ഇത് സിറ്റിയിലെയും വില്ലേജ് ആണെങ്കിലും സാനിറ്റേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഹൈജീനും. സിറ്റി ഭയങ്കര ഡേർട്ടി ആണെങ്കിൽ സ്കൂളിന്റെ പ്രിമിസസ്, സ്കൂൾ നിൽക്കുന്ന സ്ഥലങ്ങളിലെ പല കാര്യങ്ങളും അത്ര ക്ലീൻ ആവണമെന്നില്ല. അങ്ങനെയാവുമ്പോൾ കുട്ടികൾക്ക് പെട്ടെന്ന് ഡിസീസ് എല്ലാം വരും, അസുഖങ്ങൾ വരും. ഫുഡ് ആൻഡ് ക്ലോത്ത്, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ആയിരിക്കണം. ക്ലോത്ത്സ് നല്ല നീറ്റും ക്ലീനും ആയിരിക്കണം. സച്ച് ചിൽഡ്രൻ റിമെയിൻ ഹെൽത്തി അറ്റ് സ്കൂൾ, ഒരു സ്കൂളിൽ നല്ല ഹെൽത്തി ആയിരിക്കും. ക്ലോത്ത്സ് ഭയങ്കര ടൈറ്റും ആവരുത്, ഭയങ്കര ലൂസും ആവരുത്. അത് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഫിറ്റ് ആയിരിക്കണം ക്ലോത്ത്സിന്. ഹൗസ്, നല്ലൊരു റോൾ ഉണ്ട് കുട്ടികൾ നല്ല ഹെൽത്തി ആയിരിക്കാൻ. വീടുകൾ നല്ല വെന്റിലേഷൻ ഉള്ള വീടായിരിക്കണം. സൺലൈറ്റ് കിട്ടണം. സൺലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നല്ലൊരു സാനിറ്റൈസേഷൻ തരുന്ന ഒരു എഫക്റ്റ് ആണ്. കുറെയൊക്കെ ജേംസ് എല്ലാം നശിച്ചു പോകും സൺലൈറ്റിൽ. അറ്റ്മോസ്ഫിയർ നല്ല നീറ്റ് ആയിരിക്കണം. അൺഹെൽത്തി കണ്ടീഷൻസ് ഒന്നും ആയിരിക്കണം. ഇന്റീരിയർ, വീടിനകത്തെ പല കാര്യങ്ങളും നല്ല നീറ്റും ക്ലീനും ആയിരിക്കണം. അങ്ങനെ അൺഹെൽത്തി സിറ്റുവേഷനിൽ നിന്ന് കുട്ടികൾ അങ്ങനെയുള്ള അൺഹെൽത്തി സിറ്റുവേഷൻസ് ഒന്നും ഉണ്ടാകില്ല. സ്കൂളിലും ഔട്ട്സൈഡ് ദ സ്കൂളും എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞു. ഹെൽത്ത് എഡ്യൂക്കേഷന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എയിംസും പറഞ്ഞു. ഓക്കെ, നിങ്ങൾ അതൊക്കെ വായിച്ചു നോക്കുക. നെക്സ്റ്റ് ക്ലാസ്സിൽ ഇത് തീർക്കാമെന്ന് വിചാരിക്കുന്നു. ഇപ്പൊ റെക്കോർഡ്സ് ഞാൻ പറഞ്ഞ രീതി മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് എഴുതി പോവാം.
ഓക്കെ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ അല്ലേ? Okay. ടീച്ചർ നമ്മുടെ ബാച്ച് ഏതോ കുട്ടികളുണ്ട്. ഏതാ? നമ്മുടെ ബാച്ചിൽ മൊത്തം എത്ര കുട്ടികളുണ്ട്? എനിക്കറിയില്ല, 20 പേരെന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ പക്ഷെ ക്ലാസ് കയറാൻ ഈ ടൈമിൽ കയറാൻ പറ്റാത്തതുകൊണ്ടാണോ, പിന്നെ റെക്കോർഡ്സ് കാണുവാണോ, അതിനെ പറ്റിയൊന്നും ഒരു ഐഡിയ ഇല്ല. ഇനി ആ ക്വസ്റ്റ്യൻ ആൻസർ എത്ര പേര് പ്രസന്റ് ചെയ്തു എന്നൊക്കെ നോക്കണം, അല്ലെങ്കിൽ അവിടെ നിന്ന് ലിസ്റ്റ് നോക്കണം. ഓക്കെ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ മിസ്. ഓക്കെ.